ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഒരു മിനിറ്റ്, ഫാനൊന്ന് ശരിയാക്കട്ടെ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഓണത്തിരക്കെല്ലാം കഴിഞ്ഞു കാണും. നമുക്ക് നമ്മുടെ സാധാരണ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീല ദശമസ്കന്ധത്തിലെ 11-ാം അധ്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു. ബൃഹദ്വനം ഉപേക്ഷിച്ച് ഗോപന്മാരും ഗോപികമാരും നന്ദഗോപരുടെ നേതൃത്വത്തിൽ വൃന്ദാവനത്തിലേക്ക് യാത്ര ചെയ്തതും അവിടെ എത്തിച്ചേർന്നതും അവരുടെ വ്രജം അഥവാ വാസസ്ഥാനം, ആവാസം അർദ്ധചന്ദ്രാകൃതിയിൽ നിർമ്മിച്ചതുവരെയുള്ള ഭാഗമാണ് ഇന്നലെ പറഞ്ഞത്. ഇനി ഭഗവാന്റെ വൃന്ദാവന ലീലകൾ ആരംഭിക്കുന്നു. ആദ്യമായിട്ട് വത്സാസുരവധം, പിന്നെ ബകാസുരവധം, അഘാസുരവധം, അങ്ങനെ തുടങ്ങി അനേക അസുരന്മാരെ വൃന്ദാവനത്തിൽ ഭഗവാൻ ലീലയായിട്ട് വധിക്കുന്ന കഥകൾ നമ്മളിനി തുടർന്ന് കാണാനിരിക്കുന്നു. ഇപ്പം നമുക്ക് 21-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്നലെ വൈകുന്നേരം എടുത്ത ഭാഗം. വൃന്ദാവന ഗമനം എന്നുള്ളതായിട്ടുള്ള ഭാഗം 21-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ഏകാദശോധ്യായഃ. ശ്രീശുക ഉവാച. 21-ാം ശ്ലോകം. ഗോപവൃദ്ധാ മഹോൽപാദാൻ അനുഭൂയ ബൃഹദ്വനെ നന്ദാദയഃ സമാഗമ്യ വ്രജകാര്യം അമന്ത്രയൻ. തത്രോപനന്ദനാമാഹ ഗോപോ ജ്ഞാനവയോധികഃ ദേശകാലാർത്ഥതത്വജ്ഞഃ പ്രിയകൃത് രാമകൃഷ്ണയോഃ. ഉത്താദവ്യമിതോസ്മാഭിഃ ഗോകുലസ്യ ഹിതൈഷിഭിഃ ആയാന്ത്യത്ര മഹോൽപാദാ ബാലാനാം നാശഹേതവഃ. മുക്തഃ കഥഞ്ചിത് രാക്ഷസ്യാ ബാലഘ്ന്യാ ബാലഗോഹ്യസൗ ഹരേരനുഗ്രഹാത് നൂനം അനശ്ചോ പരിനാപതത്. ചക്രവാതേന നീതോയം ദൈത്യേന വിപദം വിയത് ശിലായാം പതിതസ്തത്ര പരിത്രാദസുരേശ്വരൈഃ. യന്നമ്രിയേ തദ്രുമയോഃ അന്തരം പ്രാപ്യ ബാലകഃ അസൗ അന്യതമോ വാപി തദപ്യച്യുതരക്ഷണം. യാവദൗൽപാദികോ അരിഷ്ടോ വ്രജം നാഭിഭവേദിതഃ
താവത് ബാലാനുപാദായ യാസ്യാമോ അന്യത്ര സാനുഗാഃ. വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം ഗോപഗോപീ ഗവാം സേവ്യം പുണ്യാദ്രിതൃണവീരുധം. തത്രദ്യൈവ യാസ്യാമഃ ശകടാൻ യുക്തമാചിരം ഗോദനാന്യഗ്രതോ യാന്തു ഭവതാം യദി രോചത്തെ. തത്ശ്രുത്വൈകധിയോ ഗോപാഃ സാധു സാദ്വിതിവാദിനഃ വ്രജാൻ സ്വാൻ സ്വാൻ സമായുജ്യ യയൂരൂഢപരിച്ഛദാഃ. വൃദ്ധാൻ ബാലാൻ സ്ത്രിയോ രാജൻ സർവോപകരണാനി ച അനസ്വാരോപ്യ ഗോപാല യത്താ ആത്തശരാസനാഃ. ഗോധനാനി പുരസ്കൃത്യ ശൃംഗാന്യാപൂര്യ സർവതഃ തൂര്യഘോഷേണ മഹതാ യയുഃ സഹ പുരോഹിതാഃ. ഗോപ്യോരൂഢരതാ നൂത്നകുചകുങ്കുമകന്ദയഃ കൃഷ്ണലീലാജഗുഃ പ്രീതാ നിഷ്കകണ്ഠ്യഃ സുവാസസഃ. തദാ യശോദാരോഹിണ്യൗ ഏകം ശകടമാസ്ഥിതേ രേജതു കൃഷ്ണരാമാഭ്യാം തൽകഥാശ്രവണോത്സുകേ. വൃന്ദാവനം സംപ്രവിശ്യ സർവകാലസുഖാവഹം തത്ര ചക്രുർവ്രജാവാസം ശകടൈർഅർദ്ധചന്ദ്രവത്. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീദുത്തമാ പ്രീതിഃ രാമമാധവയോർനൃപ. ഏവം വ്രജൗകസാം പ്രീതിം യച്ഛന്തൗ ബാലചേഷ്ടിതൈഃ കളവാക്യൈः സ്വകാലേന വത്സപാലൗ ബഭൂവധുഃ. അവിദൂരേ വ്രജഭുവഃ സഹ ഗോപാലധാരകൈഃ ചാരയാമാസ ദുർവത്സാൻ നാനാക്രീഡാപരിച്ഛദൗ. ക്വചിത് വാദയതോ വേണും ക്ഷേപണൈഃ ക്ഷിപത ക്വചിത് ക്വചിത് പാദൈഃ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോവൃഷൈഃ. വൃഷായമാനൗ നർദന്തൗ യുയുധാദേ പരസ്പരം അനുകൃത്യ ഋതൈർജന്തൂൻ ചേരതുഃ പ്രാകൃതൗ യദാം. കദാചിത് യമുനാതീരെ വത്സാൻ ചാരയതോ സ്വകൈഃ വയസ്യൈ കൃഷ്ണബലയോഃ ജിഗാംസുർദൈത്യ ആഗമത്. തം വത്സരൂപിണം വീക്ഷ്യ വത്സയൂഥഗതം ഹരിഃ ദർശയൻ ബലദേവായ ശനൈർമുഗ്ധൈവാസതത്. ഗൃഹീത്വാ പരപാദാഭ്യാം സഹലാംഗൂലമച്യുതഃ ഭ്രാമയിത്വാ കപിത്ഥാഗ്രേ പ്രാഹിണോദ്ഗതജീവിതം. സ കപിത്ഥൈർമഹാകായഃ പാത്യമാനൈഃ പപാദഃ. തം വീക്ഷ്യ വിസ്മിതാ ബാലാഃ ശശംസുഃ സാധു സാധ്വിതി. ദേവാശ്ച പരിസന്തുഷ്ടാ ബഭൂവുഃ പുഷ്പവർഷിണഃ. തൗ വത്സപാലകൗ ഭൂത്വാ സർവലോകൈകപാലകൗ സപ്രാതരാശൗ ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ. സ്വം സ്വം വത്സകുലം സർവേ പായയിഷ്യന്ത ഏകദാ ഗത്വാ ജലാശയാഭ്യാസം പായയിത്വാ പപുർജലം. തേ തത്ര ദദൃശുർബാലാ മഹാസത്വമവസ്ഥിതം തത്ര സുർവജ്രനിർഭിന്നം ഗിരേഃ ശൃംഗമിവച്യുതം. സ വൈ ഭഗോ നാമ മഹാൻ അസുരോ ഭഗരൂപധൃക് ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷ്ണതുണ്ടോ അഗ്രസദ്ബലീ. കൃഷ്ണം മഹാഭഗഗ്രസ്തം ദൃഷ്ട്വാ രാമാദയോർഭഗാഃ ബഭൂരിന്ദ്രിയാണീവ വിനാ പ്രാണം വിചേതസഃ. തം താലുമൂലം പ്രദഹന്തമഗ്നിവത് ഗോപാലസൂനം പിതരം ജഗദ്ഗുരോഃ ചച്ഛർദ സദ്യോതിരുഷാക്ഷതം ഭഗഃ തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത. തമാപദന്തം സ നിഗൃഹ്യ തുണ്ടയോഃ ദോർഭ്യാം ഭഗം കംസസകം സദാം പതിഃ പശ്യൽ സുബാലേഷു ദദാര ലീലയാ മുദാവഹോ വീരണവദ്ദിവൗകസാം. തദാ ബഗാരിം സുരലോകവാസിനഃ സമാകിരന്നന്ദനമല്ലികാദിഭിഃ സമീഡിരേ ചാനകശങ്കസംസ്തവൈഃ തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ. മുക്തം ബഗാസ്യാദുപലഭ്യ ബാലകാഃ രാമാദയ പ്രാണമിവ ഇന്ദ്രിയോ ഗണഃ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാഃ പ്രണീയ വത്സാൻ വ്രജമേത്യ തജ്ജഗുഃ.
ശ്രുത്വാ തദ്വിസ്മിതാ ഗോപാ ഗോപ്യശ്ചാദിപ്രിയാ ധൃതാഃ പ്രേത്യാഗതം ഇവ ഉത്സുക്യാത് ഐക്ഷന്തതൃഷിതേക്ഷണാഃ. അഹോ ബദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോഭവൻ അപ്യാസീദ് വിപ്രിയം തേഷാം കൃതം പൂർവം യതോ ഭയം. അദാപ്യഭിഭവന്ത്യേനം നൈവ തേ ഘോരദർശനാഃ ജിഗാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവത്. അഹോ ബ്രഹ്മവിതാം വാചോ നാസത്യാ സന്ധി കർഹിചിത് ഗർഗോ യഥാഹ ഭഗവാൻ അന്വഭാവി തഥൈവ തത്. ഇതി നന്ദാദയോ ഗോപാഃ കൃഷ്ണരാമകഥാം മുദാ കുർവന്തോ രമമാണശ്ച നാവിന്ദൻ ഭവവേദനാം. ഏവം വിഹാരൈ കൗമാരൈഃ കൗമാരം ജഹദുർവ്രജേ നിലായനൈ സേതുബന്ധൈർമർക്കടോത്പ്ലവനാദിഭിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വത്സഭഗവതോ നാമ ഏകാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഉത്രട്ടാതി വള്ളംകളി ആശംസകൾ. പത്തനംതിട്ടക്കാർക്ക് ആറന്മുള വള്ളംകളിയാണ് ഇന്ന് വൈകുന്നേരം. അതുപോലെ പുലികളി ഇന്ന് തന്നെയാണ് തോന്നുന്നു അല്ലേ? തൃശ്ശൂരുകാർക്ക് പുലികളി. എല്ലാ ആശംസകളും. നാരായണ. നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 11-ാം അധ്യായം 35-ാം ശ്ലോകം വരെ നമ്മൾ ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇന്നിപ്പോൾ വായിച്ച ഭാഗം 21-ാം ശ്ലോകം മുതൽക്ക് ഇന്നലെ വൈകുന്നേരം കണ്ടത് ബൃഹദ്വനം എന്ന ഗോകുലത്തിൽ നിരന്തരം ഓരോ ആപത്തുകൾ വന്നത് ഒരു അപശകുനമായി കണ്ട് ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് ഗോപന്മാരെല്ലാവരും കൂടി ഒരു സഭ കൂടി തീരുമാനിക്കുകയാണ്. അതിൽ മുതിർന്ന ഒരു ഗോപൻ ഉപനന്ദൻ, നന്ദഗോപരുടെ ജ്യേഷ്ഠസ്ഥാനീയൻ, എല്ലാം അറിയുള്ള പക്വതയുള്ള ആളാണ്, രാമകൃഷ്ണന്മാർക്ക് പ്രിയം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ഹിതമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു. നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല, ഗോകുലത്തിൻ്റെ ഹിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉത്താതവ്യം അസ്മാഭി, നമ്മൾ എഴുന്നേൽക്കേണ്ടതാണ് ഇവിടുന്ന് എന്ന് വെച്ചാൽ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പുതിയ താമസ സ്ഥലം അന്വേഷിച്ച് പോകേണ്ടതാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ആപത്തുണ്ടാക്കുന്ന ഒരുപാട് മഹോത്പാദങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയോ ഏത് ഭാഗ്യം കൊണ്ടോ ഏത് ഈശ്വരാനുഗ്രഹം കൊണ്ടോ എന്നറിയില്ല, ആ കുട്ടികളെ കൊന്നു നടക്കുന്ന രാക്ഷസിയിൽ നിന്ന് ഈ കുട്ടി രക്ഷിക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം തന്നെ.
അതുപോലെ ആ വലിയ വണ്ടി ഈ കുട്ടിയുടെ മേലെ പതിച്ചില്ല. എന്തോ ഭാഗ്യം. ആ ചുഴലിക്കാറ്റ് വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ആകാശത്തിലേക്ക് കൊണ്ടുപോയി പാറപ്പുറത്തേക്ക് എടുത്തിട്ടു. ഈശ്വരന്മാരാൽ രക്ഷിക്കപ്പെട്ടു. ഇപ്പതാ ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ പതിച്ചിട്ടും അതിൻ്റെ ഇടയിൽ പോയിട്ടും ആപത്തൊന്നും ഉണ്ടായില്ല. ഈ കുട്ടി രക്ഷപ്പെട്ടു. ഇതെല്ലാം അച്യുത രക്ഷണമാണ്, ഭഗവാന്റെ രക്ഷണമാണ്, ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും പുതിയ പുതിയ ആപത്തുകൾ ഉണ്ടാവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് ശരിയല്ല. ഇവിടെ നിന്ന് ആപത്തുകളൊന്നും ഇല്ലാത്ത പുതിയൊരു സ്ഥലത്തെ നോക്കി പോകേണ്ടതാണ്. നമുക്ക് അവിടേക്ക് പോകാം. ഇവിടെ നിന്ന് അടുത്ത് തന്നെ വൃന്ദാവനം എന്ന് പേരുള്ളതായിട്ടുള്ളൊരു വനമുണ്ട്. അവിടെ പശുക്കൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടെ പുതിയ കാനനങ്ങളുണ്ട്. ഗോപന്മാർക്കും ഗോപികമാർക്കും പശുക്കൾക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന സ്ഥാനങ്ങളാണ്. പുണ്യങ്ങളായ പർവ്വതങ്ങളും പുല്ലുകളും സസ്യലതാദികളും ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ്. നമുക്ക് വേണ്ടതൊക്കെ അവിടെ സമൃദ്ധമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികളൊക്കെ കൂട്ടി വേഗം അവിടേക്ക് പോകാൻ നോക്കാം. നമ്മുടെ ഗോധനം മുമ്പേ നടക്കട്ടെ. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ കേട്ടോ, നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. ഭവതാം യതി രോചതേ, നിങ്ങൾക്ക് രുചിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പോകാം എന്ന് അദ്ദേഹം തൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടതായിട്ടുള്ള ഗോപന്മാരെല്ലാവരും ഏകദിയ, ഒറ്റ ബുദ്ധിയോടുകൂടെ, സാധു സാധ്വിതിവാദിന, അത് തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാൽ സാധു എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടേതായിട്ടുള്ള വണ്ടികളൊക്കെ കൂട്ടിക്കെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചു. രൂഢപരിച്ഛദാഹ യയുഹു, വൃദ്ധന്മാരെ, ബാലന്മാരെ, സ്ത്രീകള്, അതുപോലെ വീട്ടുപകരണങ്ങൾ ഇതെല്ലാം വണ്ടികളിൽ വെച്ച് കയറ്റിയിട്ട് ഗോപാലന്മാര് ആയുധങ്ങളെല്ലാം എടുത്ത് പിടിച്ചുകൊണ്ട് വില്ലെല്ലാം വലിച്ചു ഞാണെല്ലാം കെട്ടിയതിനു ശേഷം പശുക്കളെ മുമ്പിൽ നടത്തിക്കൊണ്ട് അവര് കൊമ്പും കുഴലും വിളിച്ചുകൊണ്ട് ആ വാദ്യഘോഷങ്ങളോടുകൂടി പുരോഹിതന്മാരുടെ മന്ത്രഘോഷങ്ങളോടുകൂടെ അവര് വലിയൊരു ഘോഷയാത്രയായി. ഗോപികമാര് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നല്ല ആഭരണങ്ങൾ, നെക്ലേസൊക്കെ ധരിച്ച്, കുചകുങ്കുമം പുതിയതായിട്ട് അണിഞ്ഞ് രഥത്തിൽ കയറിയിരുന്ന് കൃഷ്ണലീലകളെ ഗാനം ചെയ്തു. യശോദാരോഹിണിമാരും കൃഷ്ണരാമന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ശകടത്തിൽ കയറിയിരുന്നു. ഈ ഗോപസ്ത്രീകൾ പാടുന്ന പാട്ടുകളൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് അവരെല്ലാം കൃഷ്ണരാമന്മാരോട് കൂടി ചേർന്ന് ശോഭിച്ചുകൊണ്ട് യാത്രയായി. അങ്ങനെ അവര് വൃന്ദാവനം സംപ്രവിശ്യ സർവകാല സുഖാവഹം തത്ര ചക്രുർവ്രജാവാസം ശകടൈരർദ്ധചന്ദ്രവത്. സർവകാലങ്ങളിലും എല്ലാ ഋതുക്കളിലും സുഖത്തെ നൽകുന്ന ആ വൃന്ദാവനത്തെ പ്രവേശിച്ചു. അവിടെ അർദ്ധചന്ദ്രാകൃതിയിൽ അവര് ആവാസം ചക്രുഹു, അവർക്ക് താമസിക്കാനുള്ള, വ്രജവാസികൾക്കെല്ലാം താമസിക്കാനുള്ളതായിട്ട് സൗകര്യങ്ങളെ അവിടെ ചെയ്തു എന്നർത്ഥം. വണ്ടികളൊക്കെ നിരത്തി നിർത്തി അതിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി അവരുടേതായിട്ടുള്ള കുടിലുകൾ അല്ലേ, ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് അവർ പണിതു. അതിൽ ഏറ്റവും അർദ്ധചന്ദ്രാകൃതിയിൽ നടുവിൽ നന്ദന്റെ ഗൃഹം, രണ്ടു വശത്തും മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെയും ഗൃഹം, ഏത് ഗൃഹത്തിൽ നിന്ന് നോക്കിയാലും പരസ്പരം കാണാവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നടുവിലുള്ള നന്ദഗൃഹത്തിലേക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓടിയെത്താൻ പാകത്തിനുള്ള രീതിയിൽ അവരുടെ വ്രജത്തെ നിർമ്മിച്ചു സന്തോഷമായിട്ട് അവിടെ കഴിയുകയാണ്. അപ്പോൾ വന്നു ചേർന്ന അന്ന് തന്നെ രാമകൃഷ്ണന്മാർ കൂട്ടുകാരുമായിട്ട് ആ വൃന്ദാവനം മൊത്തത്തിലൊന്ന് കാണാൻ പോകുന്നുണ്ട്. എല്ലാം കണ്ട് പുതിയ സ്ഥലം രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു, കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. അവർ ഉത്സാഹഭരിതരായി പിറ്റേ ദിവസം തൊട്ട് തന്നെ പശുക്കുട്ടികളെ മേയ്ക്കാനായിക്കൊണ്ട് തീരുമാനിച്ചു. വീട്ടിൽ വന്ന് അമ്മമാരോട് ശാഠ്യം പിടിച്ച് അതിനുള്ള സമ്മതം അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് അവർ പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് തുടങ്ങി നടത്തും. അപ്പോൾ ആദ്യം 4 വയസ്സ് ആയിട്ടേ ഉള്ളൂ കൃഷ്ണന്. ബലരാമനും 4.5 വയസ്സിൻ്റെ മുകളിലുണ്ടാവും, 5 വയസ്സിൻ്റെ അടുത്ത്. അപ്പോൾ കുട്ടികളായതുകൊണ്ട് അവർക്ക് ആദ്യം ഈ അവരുടെ തൊഴിൽ അഭ്യസിക്കുന്നത്
പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ടാണ്. വലിയ പശുക്കളെ പിന്നീട് 1-2 കൊല്ലം ഈ പശുക്കുട്ടികളെ മേയിച്ച് പരിശീലനം കിട്ടിക്കഴിയുമ്പോഴാണ് വലിയ പശുക്കളെ മേയ്ക്കാനുള്ള യോഗ്യരായി തീരുക, പ്രൊമോഷൻ കിട്ടുക, ക്വാളിഫൈഡ് ആവുക. അപ്പോൾ അതിലേക്ക് വേണ്ടി അവർ തയ്യാറായി. പിറ്റേ ദിവസം തൊട്ട് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിരാനിച്ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപ ഏവം വ്രജൗഗസാം പ്രീതിം യച്ഛന്തൗ ബാലചേഷ്ടിതൈഃ കളവാക്യൈ സ്വകാലേന വത്സപാലൗ ബഭൂവതു. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപ. ഹേ പരീക്ഷിത് രാജാവേ, നൃപ, വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യ രാമമാധവയോഹോ ഉത്തമാ പ്രീതി ആസീത്. ഇതാണ് ആദ്യം പറയുന്നത്. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യ. വൃന്ദാവനം, മൊത്തത്തിൽ വൃന്ദാവനം നടന്നു കണ്ടു, ഗോവർദ്ധന പർവ്വതത്തെ കണ്ടു, അതുപോലെ യമുനാ പുളിനാനി, യമുനാ തീരങ്ങളെല്ലാം നടന്നു കണ്ടു. ആദ്യത്തെ അവിടെ പ്രവേശിച്ച ഉടനെ മറ്റുള്ളവരെല്ലാം അവരുടെ ഗൃഹനിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ സ്ഥലം പരിചയപ്പെടാനായിക്കൊണ്ട് ഉപയോഗിച്ചു ആ സമയം ഒട്ടും കളഞ്ഞില്ല എന്നർത്ഥം. ഉത്സാഹഭരിതരായി ഓടി നടന്ന് ഓരോ ദിക്കും കണ്ടു. അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതത്തെ അതിശയത്തോടെ അവർ നോക്കി കാണുകയാണ്. കാരണം അവർ മുമ്പ് താമസിച്ചിരുന്നിടത്ത് പർവ്വതമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അവർക്ക് ഒരു കാവൽക്കാരനെ പോലെ, ഒരു കാർന്നവരെ പോലെ രക്ഷകനായിക്കൊണ്ട് ഒരു വശത്ത് ഗോവർദ്ധന പർവ്വതം ആ വൃന്ദാവനത്തിന് തന്നെ ഒരു സ്ത്രീയായി ഐശ്വര്യമായി ശോഭിക്കുന്നു. അതിൽ ധാരാളം പുൽമേടുകൾ, ഗുഹകൾ ഒക്കെ ഉണ്ട്. ആ ഗുഹകളൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളായിട്ട് കുട്ടികൾ മനസ്സിലാക്കി. നമുക്കിവിടെയൊക്കെ ഒളിച്ചു കളിക്കാം, പലതരത്തിലുള്ള കളികൾ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ ഈ പുൽമേടുകളൊക്കെ പശുക്കൾക്ക് മേയാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നമുക്കിവിടെയൊക്കെ ഈ വൃന്ദാവനത്തിൻ്റെ താഴ്വരയിൽ നമുക്ക് സുഖമായി കളിക്കാം. അവിടെ അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലമായിട്ട് ഭാണ്ഡീരകം എന്നുള്ളൊരു വലിയ വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെ അവർ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് എത്ര വേനൽക്കാലത്തും വെയിലറിയാതെ കളിക്കാം. എപ്പോൾ വേണമെങ്കിൽ യമുനാ നദിയിലേക്ക് ഓടിയിറങ്ങി സ്നാനം ചെയ്യാം, വെള്ളം കുടിക്കാം, പശുക്കൾക്ക് വെള്ളം കൊടുക്കാം. അപ്പം അതെല്ലാം ധാരാളം പുല്ല് എല്ലാം നിറഞ്ഞു കണ്ട് അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ജീവിക്കുകയാണെങ്കിൽ ഇതുപോലൊരു സ്ഥലത്ത് ജീവിക്കണം എന്ന് അവർക്ക് യാതൊരു സംശയവുമില്ലാതെ തീരുമാനമായി. അങ്ങനെ സന്തോഷത്തോടുകൂടി തൃപ്തരായിക്കൊണ്ട്, അതാണ് വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനി ച വീക്ഷ്യ, ഇതെല്ലാം കണ്ട് ആസീത് ഉത്തമാ പ്രീതിഹി. ആ പ്രീതിഹി എന്നുള്ളത് സന്ധി വന്നതുകൊണ്ട് പ്രീതി എന്നായി മാറുകയാണ്. രാമമാധവയോർ എന്നുള്ളതിൻ്റെ രേഖം വന്നപ്പോൾ അതിൻ്റെ മുമ്പുള്ളതായിട്ടുള്ള വിസർഗം ദീർഘമായി മാറി. പ്രീതി എന്ന് ഒന്നിച്ചു വായിക്കുകയാണെങ്കിൽ വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോർ നൃപ. പിരിച്ചു വായിക്കുമ്പോൾ പ്രീതിഹി എന്ന് വായിക്കാം. അപ്പോൾ ഉത്തമാ പ്രീതിഹി രാമമാധവയോഹോ ആസീത്. നല്ല പ്രീതി, നല്ല സന്തോഷം രാമനും മാധവനും, രാമൻ ബലരാമൻ, മാധവൻ ശ്രീകൃഷ്ണൻ, രണ്ടു പേർക്കും ആ സന്തോഷമുണ്ടായി. ഇവിടെ മാധവൻ അല്ലേ, പ്രകൃതിയുടെ നാഥൻ, ലക്ഷ്മിയുടെ നാഥൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ തന്നെ വരവേൽക്കാനായിട്ട് പ്രകൃതി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് കണ്ട് തൻ്റെ ആ എന്താ പറയുക പതിവ്രതയായ പത്നിയായ ലക്ഷ്മി ദേവിയുടെ ഭർതൃ ശുശ്രൂഷ ശ്രദ്ധ കണ്ട് സന്തോഷിച്ചു എന്നൊക്കെ സൂക്ഷ്മാർത്ഥത്തിൽ പറയാം. എന്തായാലും ഭഗവാന് വളരെ സന്തോഷമായി. അങ്ങനെ ഏവം പ്രചൗകസാം പ്രീതിം യച്ഛന്തൗ ബാലചേഷ്ടിതൈഃ കളവാക്യൈഃ സ്വകാലേന വത്സപാലൗ ബഭൂവതുഃ. ഏവം ഇപ്രകാരം ബാലചേഷ്ടിതൈഃ കളവാക്യൈഃ പ്രചൗകസാം പ്രീതിം യച്ഛന്തൗ.
സ്വകാലേന വത്സപാലൗ ബഭൂവതു. ഏവം ഇപ്രകാരം ബാലചേഷ്ടിതൈഹി കളവാക്യൈഹി, ബാലചേഷ്ടിതങ്ങൾ ആ കുട്ടികളുടേതായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ചേഷ്ടകളെ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും, കളവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവ്യക്ത മധുരമായിട്ടുള്ള സംഭാഷണങ്ങൾ കൊണ്ടും, കൊഞ്ചി ഉള്ളതായിട്ടുള്ള സംഭാഷണം. അപ്പം അത്രയ്ക്കേ ആയിട്ടുള്ളൂ, നല്ല വ്യക്തമായിട്ട് സംസാരിക്കാറായിട്ടില്ല. എങ്കിലും അതുകൊണ്ടും സന്തോഷിപ്പിച്ച് വ്രജൗകസാം പ്രീതിം യച്ഛന്തൗ, വ്രജൗകസാം വ്രജവാസിനാം, ആ വ്രജം ഓഗസ്സായിരിക്കുന്നവർ, ഓഗസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. അപ്പോൾ വ്രജമാകുന്ന ഓഗസ്സോടുകൂടിയവർക്ക് പ്രീതിം യച്ഛന്തൗ, അവർക്കും സന്തോഷത്തെ നൽകുന്നവരായിട്ട് അവരുടെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, ആനന്ദമാണ്. അവർക്ക് എന്താ പറയുക, ഇനി വേറൊരു സ്വർഗത്തിലൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ഭൂമിയെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. അപ്പൊ അങ്ങനെ പ്രീതിം യച്ഛന്തൗ, സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വകാലേന വത്സപാലൗ ബഭൂവതു. സ്വകാലം എന്ന് പറഞ്ഞാൽ സ്വവയസ എന്നർത്ഥം. സ്വന്തം വയസ്സിനനുസരിച്ചുള്ള വത്സപാലന്മാരായി ഭവിച്ചു. വത്സപാലന്മാര് പശുക്കുട്ടികളെ പാലനം ചെയ്യുന്നവര്, വലിയ പശുക്കളെ ഗോക്കളെ പാലനം ചെയ്യുന്നവരല്ല, ഗോവത്സങ്ങളെ മാത്രം പാലനം ചെയ്യുന്നവർ, കൊച്ചു പശുക്കുട്ടികളെ രക്ഷിക്കുന്നവരായി ബഭൂവതു, രണ്ടുപേരും ഭവിച്ചു എന്നർത്ഥം. രാമകൃഷ്ണവും ബഭൂവതു, രാമകൃഷ്ണന്മാർ രണ്ടുപേരും ഭവിച്ചു എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി വത്സപാലന്മാരായി തീരുകയാണ്. അപ്പൊ ഇതിനൊക്കെ അവര് കളവാക്യങ്ങളെ കൊണ്ടും ചേഷ്ടിതങ്ങളെ കൊണ്ടും അച്ഛനമ്മമാരിൽ നിന്ന് സമ്മതം മേടിച്ചെടുത്തു എന്നും കൂടി താല്പര്യം അല്ലേ. ഈ വൃന്ദാവനം കണ്ട്, ഗോവർദ്ധനമെല്ലാം കണ്ട്, കാളിന്തി എല്ലാം കണ്ട്, അന്ന് തന്നെ വൈകുന്നേരം വന്ന് യശോദയോടും നന്ദഗോപരോടും ഒക്കെ ആയിട്ട് രാമകൃഷ്ണന്മാർ പറഞ്ഞു, രോഹിണിയോടും ഒക്കെ ആയിട്ട്, ഞങ്ങൾ നാളെ തൊട്ട് ഇവിടെ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകും എന്ന്. അപ്പോൾ അതിൽ നിന്ന് പരമാവധി പിന്തിരിപ്പിക്കാനായിട്ട് അമ്മ, മാതൃവാത്സല്യം അധികമുള്ള അമ്മ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എങ്കിലും തൻ്റെ സാമർഥ്യം കൊണ്ട്, അല്ലേ, വാക് സാമർഥ്യം കൊണ്ട്, പോയാൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ നേരിടാൻ താൻ സജ്ജനാണ്, തയ്യാറാണ്, എങ്ങനെ വേണമെങ്കിൽ അതിനെ നേരിട്ടുകൊള്ളാം, ഏത് രീതിയിൽ യുക്തി ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളാം, ഏതാപത്ത് വന്നാലും അമ്മ പേടിക്കേണ്ട, ഞങ്ങളിവിടെ സുരക്ഷിതരായി തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പാറ് ചേറാക്കി സമ്മതിപ്പിച്ചു എന്നർത്ഥം അല്ലേ. തമിഴിലുള്ള പാട്ടുകൾ കേട്ടിട്ടില്ലേ, മാടുമേക്ക് പോക വേണ്ടാം കണ്ണ എന്ന് പറഞ്ഞ് യശോദ നിർബന്ധിക്കുന്നതായിട്ട് സമയത്ത് പോക വേണം തായേ, പോയാൽ എന്തൊക്കെ ഉണ്ടാവുന്ന ആ തായ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെയൊക്കെ നേരിടാമെന്നുള്ള യുക്തിയും ഭഗവാൻ മറുപടി പറയുന്നതുമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട്. ഞാനത് പഠിച്ചിട്ടില്ല, വളരെ രസകരമാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ അമ്മമാരെയും നന്ദഗോപരെയും സമ്മതിപ്പിച്ച് ബലരാമനോടുകൂടി പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് ആരംഭിച്ചു. വത്സപാലവും ബഭൂവതു. അപ്പോൾ കണ്ടീഷനൊക്കെ ഉണ്ട്. പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്ന കുട്ടികൾ അധിക ദൂരം പോകാൻ പാടില്ല. മുതിർന്നവർക്ക് വീട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ കാണുന്ന പോലെ എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വയ്യാന്ന് തോന്നിയാൽ ഓടി വരാനുള്ള പാകത്തിൽ, വിശപ്പും ദാഹവും ഒക്കെ തോന്നിയാൽ ഓടി വരണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കൂവിയാൽ വീട്ടിലുള്ളവർ കേൾക്കണം. ആ രീതിയിൽ അധികം ദൂരത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിലാണ് പശുക്കുട്ടികളെ മേയ്ക്കാൻ അനുവദിക്കുന്നത്. അങ്ങനെ ഗോവർദ്ധനത്തിന്റെ താഴ്വാരത്തിൽ കാളിന്തിയുടെയും ഇടയിലായിട്ട് അധിക ദൂരം പോകാതെ അങ്ങനെ പ്രവൃത്തി തുടങ്ങി. അവിദൂരേ വ്രജഭുവഃ സഹ ഗോപാലദാരകൈഃ ചാരയാമാസ തുർവത്സാൻ നാനാക്രീഡാപരിച്ഛദൗ. അവിദൂരേ വ്രജഭുവഃ സഹ ഗോപാലദാരകൈഃ ചാരയാമാസ തുർവത്സാൻ നാനാക്രീഡാപരിച്ഛദൗ. അപ്പോ അവിദൂരേ വ്രജഭുവഃ, വ്രജഭൂമി, ഇവരെല്ലാം താമസിക്കുന്ന സ്ഥലം. ആ അവരുടെ താമസിക്കുന്ന സ്ഥലത്തിന്റെ, വൃന്ദാവനത്തിലെ വ്രജഭൂമിയുടെ അവിദൂരേ ന വിദൂരേ, വിദൂരത്തിലല്ലാതെ, അധികം ദൂരത്തല്ലാതെ, ഗോപാലദാരകൈഃ സഹ,
ഗോപാലധാരകന്മാർ, ഗോപാലന്മാരിൽ വെച്ച് ധാരകന്മാർ, പശുക്കുട്ടികളെ മേയ്ക്കുന്നവർ. ആ പശുക്കുട്ടികളെ മേയ്ക്കുന്നവരുമായിട്ട്, ഗോപാലബാലന്മാരുമായിട്ട് ഗോപാലധാരകൈ സഹ നാനാ ക്രീഡാ പരിച്ഛദൗ, ബഹുവിധങ്ങളായ കളിപ്പാട്ടങ്ങളോട് കൂടിയിട്ട്, ക്രീഡാ പരിച്ഛദങ്ങൾ, ക്രീഡയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള സാമഗ്രികളുമായിട്ട് വത്സാൻ ചാരയാമാസതുഹു, പശുക്കുട്ടികളെ ചരിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും. ചാരയാമാസതുഹു എന്നുള്ളത് സഞ്ചരിപ്പിച്ചു, രാമനും കൃഷ്ണനും കൂടി. ഒരു മിനിറ്റ്, ആരോ വന്നിരിക്കുന്നു, ഉടനെ പോകാനുള്ള ആൾക്കാരാണ്. ഞാൻ വേഗം വരാം. ഐവർ മഠത്തുനിന്നുള്ള ആൾക്കാരാണ്. നമ്മളെ ഒരു ദേവീ മാഹാത്മ്യ തരംഗിണി ഒക്ടോബർ 12 പറഞ്ഞിട്ടുണ്ട്, അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ.
എല്ലാം കൂടെ വെച്ചോളൂ. നാരായണ ഹരി ഓം. നവരാത്രിയോടനുബന്ധിച്ച് മഹാനവമി ദിവസം തിരുവല്ലുവാമല ഐവർ മഠം പാമ്പാടി അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. പാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചതും പൂജിച്ചതുമാണെന്നൊക്കെയാണ് സങ്കല്പം. അതിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 12-ാം തീയതി അവിടെ ഒരു സമ്പൂർണ്ണ ദേവി മഹാത്മ്യ തരങ്കിണി പ്രോഗ്രാം, ഒക്ടോബർ 12 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 12-12:30 വരെ. അത് കഴിഞ്ഞ് അവിടെ പ്രസാദം കൂട്ടും. അതുപോലെ അതിന് മുമ്പായിട്ട്, നവരാത്രിക്ക് മുമ്പായിട്ട് ഒക്ടോബർ 2-ന് ഇതേ അടുത്ത് തന്നെ പെരിങ്ങോട്ട് കുറിശി പോകുന്ന വഴി കോട്ടായിൽ കണ്ടത്താർകാവ് എന്ന് പറയും, മെയിൻ റോഡിൽ തന്നെ. അവിടെ ദേവി മഹാത്മ്യ തരങ്കിണിയുണ്ട്. ഇപ്പോൾ 2 പരിപാടികൾ ഒക്ടോബറിൽ 2-നും 12-നും. ആരെങ്കിലുമൊക്കെ ആ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ വരാം, ഓർമ്മിപ്പിക്കുകയാണ്. ഒക്ടോബർ 3 മുതൽ 10 വരെ ഞാനൊരു സപ്താഹത്തിലായിരിക്കും കൊയിലാണ്ടി രാമാനന്ദാശ്രമം. ഇതാ പൊയിലിക്കാവ്, കൊയിലാണ്ടിയിൽ ആ കാവിൻ്റെ അടുത്താണ് ഈ ആശ്രമം. അവിടെ സപ്താഹത്തിലാണ്. ഇവിടെ ബൊമ്മക്കൊല്ലു പൂജയൊക്കെ ഉണ്ടാവും, എങ്കിലും ഞാൻ മിസ് ചെയ്യും. അഷ്ടമി, നവമി, ദശമി ഇവിടെ ഉണ്ടാവും പാലക്കാട്. ഈ ഒരു പ്രോഗ്രാം ഇടയിൽ അറിയിക്കുകയാണ് നിങ്ങളെ, ഒരു ബ്രേക്ക് വന്നതുകൊണ്ട്. പൊയിൽക്കാവ് അല്ലേ? നാരായണ. ഓം. എവിടെ എത്തിയപ്പോൾ നമ്മൾ അവിദൂരേ വ്രജഭുവഃ സഹ ഗോപാലധാരകൈഃ ചാരയാമാസ തുർവത്സാൻ നാനാക്രീഡാപരിച്ഛദൗ. വ്രജഭുവഃ അവിദൂരെ, വ്രജഭൂമിയിൽ ദൂരത്തല്ലാതെ ഗോപാലധാരകൈഃ സഹ, ഗോപാലന്മാരിൽ ധാരകന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെന്നാണ് അർത്ഥം. നിലവിളിച്ച് ബഹളം വെച്ച് കളിക്കുന്നവർ, ശബ്ദം കൊണ്ട് ദിക്കുകളെ പിളർക്കുന്നവർ എന്നാണ്. ധരിക്കുക എന്ന് പറഞ്ഞാൽ പിളർക്കുക എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നവർ, ദിക്കുകളെ പിളർക്കുന്ന ശബ്ദമുണ്ടാക്കുന്നവരാണ് ധാരകന്മാർ. അപ്പോൾ കൊച്ചുകുട്ടികൾ നിലവിളിച്ച് കരയാന്ന് പറഞ്ഞാൽ തീരെ എന്താ പറയുക, ലജ്ജയൊന്നും ഇല്ലാത്ത പ്രായം. അങ്ങനെയുള്ള കുട്ടികൾ, അവരോടുകൂടെ നാനാ ക്രീഡാ പരിച്ഛദം, ബഹുവിധ ക്രീഡകൾക്ക് ആവശ്യമായിട്ടുള്ള കളിക്കോപ്പുകളൊക്കെ കൊണ്ടുപോകും. അവർ പന്ത് കൊണ്ടുപോകും, കോലുണ്ടാവും കയ്യിൽ അല്ലേ, ചാട്ടവാറ് പോലെയുള്ള ഇതുണ്ടാവും പശുക്കളെ ഇതാക്കാനായിട്ട്, കൊമ്പും കുഴലും ഉണ്ടാവും കൂട്ടത്തിൽ. പിന്നെ ഈ നാടോടികളെ പോലെ ആളുകളായതുകൊണ്ട് കവണ, ഈ എന്തിനെങ്കിലുമൊക്കെ ദൂരെയുള്ളതിനെയൊക്കെ കല്ലുകൊണ്ടടിക്കാനായിക്കൊണ്ടുള്ള ചില വിദ്യകളൊക്കെ ഉണ്ടല്ലോ, കവണ എന്നാ പറയുക അല്ലേ, കവണ. അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണോ നാട്ടുംപുറത്ത് കിട്ടുക, അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ബാല്യത്തിൽ കളിച്ചതുപോലെ കളിപ്പാട്ടങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിൽ പശുക്കുട്ടികളെ രക്ഷിച്ചുകൊണ്ട്, പശുക്കുട്ടികൾക്ക് പുല്ല് പറിച്ചുകൊണ്ട്, അവർ ദൂരേക്ക് പോകുമ്പോൾ അവരെ ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവന്നുകൊണ്ട്
അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ട് അവർ കളിച്ചു. വത്സാൻ ചാരയാമാസതുഹു, പശുക്കുട്ടികളെ ചരിപ്പിച്ചുകൊണ്ടിരുന്നു. ക്വചിത് വാദയതോ വേണും ക്ഷേപണൈക്ഷിപത ക്വചിത് ക്വചിത് പാദൈ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോ വൃഷൈഃ വൃഷായമാനൗ നർദന്തൗ യുയുധാതേ പരസ്പരം. ക്വചിത് വാദയതോ വേണും ക്ഷേപണൈക്ഷിപത ക്വചിത് ക്വചിത് പാദൈ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമഗോ വൃഷൈഃ വൃഷായമാനൗ നർദന്തൗ യുയുധാതേ പരസ്പരം. ക്വചിത് വേണും വാദയതഃ, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ വേണും വാദയതഃ, വേണുവാദ്യം ചെയ്തുകൊണ്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് രസിച്ചുകൊണ്ട് അവർ തമ്മിൽ അതിനെക്കുറിച്ച് പലതും പറഞ്ഞ് ഞാൻ ഈ പാട്ട് പാടാം, നീ ആ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പശുക്കുട്ടികളെയും കേൾപ്പിച്ചുകൊണ്ട് രസിപ്പിച്ചുകൊണ്ട് വേണും വാദയതഃ. അതുപോലെ ക്വചിത് ക്ഷേപണൈഹി ക്ഷിപതഃ, ക്ഷേപണം ഞാൻ മുമ്പേ പറഞ്ഞ കവണ എന്ന് പറഞ്ഞില്ലേ, ക്ഷേപിക്കുന്നത്, കല്ലും മറ്റുമൊക്കെ എടുത്ത് ദൂരേക്ക് വിക്ഷേപിക്കാൻ സഹായിക്കുന്നതുകൊണ്ടാണ് അതിന് ക്ഷേപണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കവണകൾ കൊണ്ട് ക്ഷിപതഃ, എറിയുന്നവരായിട്ട് അല്ലേ, വെള്ളത്തിലേക്കൊക്കെ കല്ലെറിഞ്ഞ് കളിക്കുക കവണ കൊണ്ട്, അല്ലെങ്കിൽ മരത്തിലുള്ളതായിട്ടുള്ള പഴങ്ങളൊക്കെ എറിഞ്ഞു വീഴ്ത്താനായിട്ടൊക്കെ ഉപയോഗിക്കും. ഏതൊക്കെ വൃക്ഷങ്ങളിലാണ് എന്ത് പഴങ്ങളാണുള്ളത് വെച്ചാൽ അതിലേക്കൊക്കെ ക്ഷേപണം കൊണ്ട് അടിച്ച് അതൊക്കെ വീഴ്ത്തിക്കൊണ്ട്, ഇനിയിപ്പോൾ കുട്ടികൾ പക്ഷികളൊക്കെ പറക്കുമ്പോൾ അതിൻ്റെ നേരേക്കൊക്കെ ക്ഷേപിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ക്ഷിപതഃ, അങ്ങനെ കവണ കൊണ്ട് എറിഞ്ഞുകൊണ്ടും. ക്വചിത് കിങ്കിണീഭിഃ പാദൈഃ ക്ഷിപതഃ, കിങ്കിണികളുള്ള കാലിൽ ചിലങ്കകളെല്ലാം കെട്ടിയിട്ടുള്ള പാദങ്ങളെ കൊണ്ട് ക്ഷിപതഃ ചാടിക്കൊണ്ട്, അതിനെയും കുലുക്കിക്കൊണ്ട് ചാടിക്കൊണ്ട് രാമകൃഷ്ണന്മാര് കൂട്ടുകാർക്ക് സന്തോഷത്തെ കൊടുക്കുകയാണ്. മറ്റു കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും കാലിൽ ചിലങ്കകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രാമകൃഷ്ണന്മാർ സ്പെഷ്യലിസ്റ്റ് ഇതാണ്, എന്താ പറയുക, രാജകുമാരന്മാരെ പോലെയാണ്, അവർക്ക് കിങ്കിണികളുണ്ട്. അപ്പം അതുകൊണ്ട് അവർ പാദൈഹി ക്ഷിപതഃ ചാടുന്നവരായിക്കൊണ്ടും. ക്വചിത് കൃത്രിമ ഗോവൃഷൈഹി വൃഷായമാണൗ നർദന്തൗ പരസ്പരം യുയുധാതേ. ക്വചിത് ചില സമയത്ത് ചിലപ്പോൾ കൃത്രിമ ഗോവൃഷൈഹി, ഗോവൃഷം എന്ന് പറഞ്ഞാൽ കാളകളെ പോലെയും പശുക്കളെ പോലെയും ഒക്കെ കൃത്രിമമായിട്ട് വേഷം കെട്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പുതയ്ക്കാനുള്ള ഷാളുകളോ കമ്പിളികളോ ഒക്കെ ഉണ്ടാവും ചിലപ്പം. അതുകൊണ്ടൊക്കെ ശരീരത്തെ പുതച്ച് കുമ്പിട്ട് ഒരു കാളയുടെ ആകൃതിയിലാകും. എന്നിട്ട് ഞങ്ങൾ കാളയാണ്, ഇന്നാൾ പശുവാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കാളകൾ തമ്മിൽ ഇടികൂടുന്നത് പോലെ അല്ലേ, ഗോക്കൾ തമ്മിൽ ഇടിയുണ്ടാവുന്നത് പോലെയൊക്കെ പരസ്പരം യുയുധാതേ, പരസ്പരം യുദ്ധം ചെയ്യുകയാണ്, കാളകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെ. വൃഷായമാണ്, വൃഷങ്ങളെ പോലെ ആയിട്ട്, നർദന്തൗ, കാളകൾ ശബ്ദിക്കുന്നത് പോലെ ശബ്ദിച്ചുകൊണ്ട്. അപ്പൊ എല്ലാതരം ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവര് പരസ്പരം കാളകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പോലെയുള്ളതായിട്ടുള്ള യുദ്ധമെല്ലാം അഭിനയിച്ചുകൊണ്ട് ഇരുന്നു. അപ്പൊ സന്തോഷം. ഇപ്പോൾ അങ്ങനെ കൃത്രിമ ഗോവൃഷങ്ങളായി സ്വയം കാളകളായിക്കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്തും മറ്റുമൊക്കെ ശബ്ദിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ക്വചിത് വാദയതോ വേണും ക്ഷേപണൈക്ഷിപത ക്വചിത് ക്വചിത് പാദൈ കിങ്കിണീഭിഃ ക്വചിത് കൃത്രിമ ഗോവൃഷൈഃ വൃഷായമാണൗ നർദന്തൗ യുയുധാതേ പരസ്പരം അനുകൃത്യ ഋതൈർജന്തൂൻ ചേതതു പ്രാകൃതൗ യദാ. ഇനി അനുകൃത്യ ഋതൈർജന്തൂൻ ചേരതു പ്രാകൃതൗ യദാ. ജന്തൂൻ അനുകൃത്യ എന്ന് പറഞ്ഞാൽ മറ്റ് ജന്തുക്കളെ അനുകരിച്ചുകൊണ്ട്, അവരുടെ ഋതൈഹി, ഋതങ്ങളെന്നാൽ രോദനങ്ങൾ, ശബ്ദങ്ങൾ,
അപ്പൊ മറ്റ് ജന്തുക്കൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളെ അതുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് അനുകൃത്യ പ്രാകൃതവും യഥാ ചേരതു. പ്രാകൃത ബാലന്മാരെ പോലെ രാമകൃഷ്ണന്മാരും ചരിച്ചുകൊണ്ടിരുന്നു. മറ്റു കൂട്ടത്തിൽ ബാലന്മാരുണ്ട്, പ്രാകൃത ബാലന്മാരാണ് ഗോപാല ബാലന്മാര്. അവരുടെ കൂട്ടത്തിൽ ഒരു ഗോപാലനായി പ്രാകൃതനായി രാമനും കൃഷ്ണനും അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഏതൊക്കെ ജന്തുക്കള് എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ അനുകരിച്ച് ശബ്ദിക്കും. മയിലുകൾ കേകാ കേകാ എന്ന് പറഞ്ഞ് ശബ്ദിക്കുമ്പോൾ അതിനെ അനുകരിച്ച് ഇവരും കേകാ കേകാ എന്ന് പറയും. കുയിലുകൾ ശബ്ദിക്കുന്നതായിട്ടുള്ള സമയത്ത് കൂ കൂ എന്നുള്ളതായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കും. കാക്ക കരയുമ്പോൾ അതിന്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. തത്തമ്മയുടെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ ഏതൊക്കെ പക്ഷികൾ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നു അതൊക്കെ ഉണ്ടാക്കും. മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഏതേത് ജന്തുക്കൾ എന്തെന്ത് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുവോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മിമിക്രി നടത്തിക്കൊണ്ട്, അല്ലെ, അതൊരു മിമിക്രിയാണ് കുട്ടികൾക്ക്, അന്നത്തെ ആദ്യകാല മിമിക്രികൾ. രാമകൃഷ്ണന്മാര് അങ്ങനെ സഞ്ചരിച്ചു. കദാചിത് യമുനാതീരേ വത്സാൻ ചാരയതോ സ്വകൈഃ വയസ്യൈ കൃഷ്ണബലയോഃ ജിഗാംസുഃ ദൈത്യ ആഗമത്. കദാചിത് യമുനാതീരേ വത്സാൻ ചാരയതോ സ്വകൈഃ വയസ്യൈ കൃഷ്ണബലയോഃ ജിഗാംസുഃ ദൈത്യ ആഗമത്. കദാചിത് യമുനാതീരേ, ഒരിക്കൽ അങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ യമുനാ തീരത്ത്, കാളിന്തി തീരത്ത്, സ്വകൈഹി വയസ്യൈഹി വത്സാൻ ചാരയതോഹോ, സ്വകൈഹി വത്സി, അവരവരുടെ വത്സന്മാരോടുകൂടി പശുക്കുട്ടികളോടുകൂടെ ഓരോരുത്തരും അവരവരുടെ പശുക്കുട്ടികളെ ചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരോടുകൂടി, വയസ്യൈഹി തങ്ങളുടെ കൂട്ടുകാരോടുകൂടി വത്സന്മാരെ ചാരയതോഹോ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണബലയോഹോ, കൃഷ്ണനെയും ബലനെയും ജിഗാംസുഹു, ജിഗാംസു ഹന്തും ഇച്ചു, ഹനിക്കുവാൻ ഇച്ഛിക്കുന്നവൻ, കൊല്ലാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം. ആരാ? ദൈത്യ ആഗമത്, ഒരു ദൈത്യൻ വന്നു ചേർന്നു, ഒരു അസുരൻ വന്നു ചേർന്നു. അപ്പൊ ഇവരെ എങ്ങനെ കൊല്ലാമെന്ന് നോക്കി നടക്കുന്ന കംസന്റെ ഭൃത്യനാണ്. ആ കംസഭൃത്യനായിട്ടുള്ള അസുരൻ വന്നു ചേർന്നു. അവൻ എന്ത് രൂപത്തിൽ ഇവരെ ആക്രമിക്കാമെന്ന് ആലോചിച്ച് ഒരു നല്ല രൂപം ധരിച്ചു. അതാണ് വത്സരൂപം. അതുകൊണ്ട് അവനെ, അസുരനെ നമ്മൾ വത്സാസുരൻ എന്ന് വിളിക്കുന്നു. തം വത്സരൂപിണം വീക്ഷ്യ വത്സയൂധഗതം ഹരിഃ ദർശയൻ ബലദേവായ ശനൈർമുഗ്ധഃ ഇവാസദത്. തം വത്സരൂപിണം വീക്ഷ്യ വത്സയൂധഗതം ഹരിഃ ദർശയൻ ബലദേവായ ശനൈർമുഗ്ധഃ ഇവ ആസദത്. അപ്പോ ഹരിഃ, ഭഗവാൻ അവനെ കണ്ടു. എങ്ങനെയുള്ളവനെ? വത്സരൂപിണം തം, വത്സരൂപം ധരിച്ചിരിക്കുന്നവൻ. വത്സയൂതഗതം, വത്സയൂതത്തിലേക്ക് ഗമിച്ചു എന്നുവെച്ചാൽ വത്സ സമൂഹം മറ്റു പശുക്കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്നു. എവിടുന്നോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പശുക്കുട്ടിയെ പോലെ ഈ കുട്ടികളുടെ കൂട്ടത്തിലേക്ക് തന്നെ വന്ന് ലയിച്ചു. ഈ കൂട്ടത്തിൽ ഒരാളായി തീർന്നു. അതാണ് വത്സയൂതഗതം വത്സരൂപിണം തം വീക്ഷ്യ. അങ്ങനെയുള്ള അസുരനെ കണ്ടിട്ട് ഹരിഹി ബലദേവായ ദർശയൻ, ഏട്ടന് ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തു, ജാഗ്രതപ്പെടുത്തി. ഏട്ടാ സൂക്ഷിച്ചോട്ടോ, കാരണം രണ്ടുപേരെയും കൊല്ലാനാണ് അവന്റെ ഉദ്ദേശം. അപ്പൊ ആരെ ആദ്യം അടുത്ത് കിട്ടുന്നോ അവരെ ശരിയാക്കാനുള്ള വരവാണ്. അപ്പൊ അതുകൊണ്ട് ജ്യേഷ്ഠന് ആദ്യം കാണിച്ചു കൊടുത്തു. ബലദേവായ ദർശയൻ, മനസ്സിലാക്കിയ ഹരി, ഏട്ടാദാ പുതിയൊരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലാട്ടോ എന്നൊക്കെ സൂചനകൾ കൊടുത്തു. അങ്ങനെ സൂചന കൊടുത്തിട്ട് മുഗ്ധഹ ഇവ, മുഗ്ധഹ എന്ന് പറഞ്ഞാലോ ഒന്നും അറിയാത്ത അജ്ഞനെ പോലെ, മൂഢനെ പോലെ, മോഹിച്ചവനെ പോലെ എന്നർത്ഥം. തെറ്റിദ്ധരിച്ചവനെ പോലെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പശുക്കുട്ടി എന്ന ഭാവത്തില്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തില് എന്ത് ചെയ്തു? ശനൈഹി ആസദത്, ശനൈഹി പതുക്കെ പതുക്കെ അതിന്റെ പുറകിൽ ചെന്നു. ആസദത് എന്ന് പറഞ്ഞാൽ അരികത്തേക്ക് സമീപിച്ചു. അങ്ങനെ അതിന്റെ പുറകിൽ ചെന്ന് എന്ത് ചെയ്തു? ഗൃഹീത്വാ പരപാദാഭ്യാം സഹലാംഗൂലമച്യുതഃ ഭ്രാമയിത്വാ കപിത്ഥാഗ്രേ പ്രാഹിണോദ്ഗത ജീവിതം
ഗൃഹീത്വാ പരപാദാഭ്യാം സഹലാംഗൂലമച്യുതഃ ഭ്രാമയിത്വാ കപിത്താഗ്രേ പ്രാഹിണോദ്ഗത ജീവിതം. ഭഗവാൻ പിന്നിലൂടെയാണ് ചെന്നത്. പിന്നിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അപരപാദാഭ്യാം സഹലാംഗൂലം ഗൃഹീത്വ, അവന്റെ അപരപാദാഭ്യം പിൻകാലുകളെ കൊണ്ട് അതിൻ്റെ ഒപ്പം ലാംഗൂലവും സഹലാംഗൂലം വാലും കൂടി കൂട്ടിപ്പിടിച്ചു. ഗൃഹീത്വ, അപ്പൊ പിൻകാലുകൾ രണ്ടും അതിനോട് കൂടെ വാലും ലാംഗൂലവും ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് പിടിച്ചു. കാലും കുടയാൻ പറ്റില്ല, വാലും വീശാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ അവൻ ശരീരം വലുതാക്കി വാലുകൊണ്ട് അടിച്ചാൽ ആ അടി കൊള്ളണ്ടേ, അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടിയാൽ അത് കൊള്ളണ്ടേ. അപ്പൊ അവനെ അതിനൊന്നും അനുവാദം കൊടുക്കാത്ത രീതിയിൽ പൂട്ടി അങ്ങോട്ട് എന്ന് പറയാ പിന്നിലൂടെ ചെന്ന് രണ്ട് കാലുകളും ഒരു വാലിനെയും കൂടി കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് ഗൃഹീത്വ ഭ്രാമയിത്വ, ഒറ്റ ചുഴറ്റിൽ ചുഴറ്റി അന്തരീക്ഷത്തിലേക്ക് പിടിച്ചിട്ട് ശക്തമായിട്ട് ഭ്രാമയിത്വ ഗത ജീവിതം അച്യുതഃ കപിത്താഗ്രേ പ്രാഹിണോത്. ആ ഭഗവാൻ കപിത്താഗ്രേ, അവന്റെ ജീവൻ പോയി കഴിഞ്ഞു. ഗത ജീവിതം, ഭഗവാൻ കറക്കിയപ്പോൾ തന്നെ അവന്റെ പ്രാണൻ പോയി കഴിഞ്ഞു. അത്ര ശക്തമായിട്ടാണ് ഭഗവാൻ കറക്കിയിട്ടുള്ളത്. ആ മിന്നൽ വേഗത്തിലുള്ള കറക്കം കൊണ്ട് അവന്റെ ജീവിതം പോയി. വെറും ഇനി മൃതശരീരമാണ് ആ ഭഗവാൻ അച്യുതൻ. കപിത്താഗ്രേ പ്രാഹിണോത്, കപിത്തം എന്ന് പറഞ്ഞാൽ വ്ളാറമരം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഞാവൽ മരം പോലെയുള്ളതായിട്ടുള്ള മരങ്ങളാണ്. അപ്പൊ അതിന്റെ നേർക്ക് പ്രാഹിണോത് പ്രകർഷേണ എറിഞ്ഞു എന്നർത്ഥം. നല്ല ശക്തമായിട്ട് ഒരു മരത്തിലേക്ക് അങ്ങോട്ട് ഒരു ഏറ്. ആകെ ജീവൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ഏറും കൂടി അതോട് ചതഞ്ഞരിഞ്ഞ് അവിടെ വീഴും. വീഴുന്ന വീഴ്ചയിലോ ആ വൃക്ഷത്തെ പിടിച്ച് കുലുക്കി. അപ്പൊ വൃക്ഷത്തിൽ നിന്ന് ധാരാളം പഴങ്ങളൊക്കെ വീണു. വ്ളാറ പഴങ്ങൾ വീണു എന്ന് പറയണം. സ കപിത്തൈർമഹാകായഃ പാത്യമാനൈഃ പപാദഃ തം വീക്ഷ്യ വിസ്മിതാ ബാലാഃ ശശംസു സാധു സാധ്വിതി. ദേവാശ്ച പരിസന്തുഷ്ടാ ബഭൂവുഃ പുഷ്പവർഷിണഃ. സ കപിത്തൈർമഹാകായഃ പാത്യമാനൈഃ പപാദഃ തം വീക്ഷ്യ വിസ്മിതാ ബാലാഃ ശശംസുഃ സാധു സാധ്വിതി. ദേവാശ്ച പരിസന്തുഷ്ടാ ബഭൂവുഃ പുഷ്പവർഷിണഃ. ഇപ്പോ സഹ കപിത്തൈഃ മഹാകായഃ പാത്യമാനൈഃ പപാദഃ. സഹ മഹാകായഃ, ആ വലിയ ശരീരത്തോടു കൂടിയാണ്. അപ്പോഴേക്കും അവന്റെ ഒറിജിനൽ ശരീരം പ്രാപിച്ചു. ഭഗവാൻ അവന്റെ പ്രാണൻ കളഞ്ഞ് അവനെ ഈ കപിത്ത വൃക്ഷത്തിലേക്ക് എറിഞ്ഞതായിട്ടുള്ള സമയത്ത് കപിത്തം എന്നുള്ളത് മറ്റേ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയുന്ന പോലെയുള്ള നാരങ്ങ വൃക്ഷങ്ങളാണ് തോന്നുന്നു. നമ്മുടെ ഗണപതിക്ക് ഇഷ്ടമായിട്ടുള്ളതാണല്ലോ കപിത്ത ജംബൂബല സാരഭക്ഷിതം എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറയും. അപ്പോൾ നാരകമരമായിരിക്കും വലിയ ഗണപതി നാരങ്ങ എന്ന് പറയുന്ന വലിയ നാരങ്ങ, വടുകപ്പുളി പോലെയൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള നാരങ്ങകൾ അല്ലെങ്കിൽ വ്ളാറങ്ങകൾ അതിൽ നിന്ന് പതിച്ചു. പാത്യമാനൈഹി കപിത്തൈഹി, പതിക്കപ്പെട്ടതായിട്ടുള്ള കപിത്തങ്ങളോടുകൂടി മഹാകായ സഹ പപാദഃ, വലിയ ശരീരത്തോടു കൂടിയ ആ അസുരൻ പതിച്ചു, താഴെ വീണു. അങ്ങനെ വൃക്ഷത്തിൽ നിന്ന് ധാരാളം പഴങ്ങളും വീണ് കിട്ടിയവർക്ക്. അങ്ങനെ തം വീക്ഷ്യ ബാലാഹ വിസ്മിതാഹ, ഇവനെ ഈ വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസനെ കണ്ടിട്ട് ആ ഗോപബാലന്മാരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഇത് എവിടെ നിന്ന് വന്ന് വീണു എന്ന് അവരൊക്കെ അറിയുന്നതിന് മുമ്പേ ഭഗവാൻ ഈ പണി കഴിച്ചു കഴിഞ്ഞു. അവരൊക്കെ വിസ്മയിക്കുകയാണ്, ഇത് എവിടുന്നാ വന്നതെന്ന് പോലും പലരും അറിയുന്നത് ഇത് കണ്ടിട്ടാണ്. ആരും അറിയാതെയാണ് ഭഗവാൻ പണി ഒപ്പിച്ചത്. ഏട്ടന് മാത്രം അറിയാം. രഹസ്യമായി പുറകിലൂടെ ചെന്ന് മറ്റു കുട്ടികളൊക്കെ മറ്റു കളിയിലൊക്കെ മുഴുകിയിരിക്കുകയായിരിക്കും, അവരവരുടെ പാട്ടിലായിരിക്കും. അപ്പോൾ പുറകിലൂടെ ചെന്ന് പിടിച്ച് ഒരു ചുഴറ്റ്, ഒരു ഏറ് ആകാശത്തു നിന്ന് വീഴും പോലെ ആ കുറെ വൃക്ഷത്തിൽ നിന്ന് വ്ളാറങ്ങകളും വീണു, ഇതാ ഈ ജന്തുവും വീണു, ഈ അസുരനും വീണു. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ആശ്ചര്യപ്പെട്ടു. സാധു സാധു ഇതി ശശംസുഹു, സാധു സാധു, ഉത്തമം ഉത്തമം, നന്നായി നന്നായി എന്ന് ചിലരൊക്കെ കണ്ടു കാണും കൃഷ്ണൻ ചെയ്തത്. അപ്പൊ എന്തായാലും നന്നായി, ഗ്രാൻഡായി എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാ കൃഷ്ണനെ. അങ്ങനെ പ്രശംസിച്ചു.
ദേവാഹ പരിസന്തുഷ്ടാഹ പുഷ്പവർഷിണഃ ബഭൂവു. ദേവന്മാരും ഈ സന്ദർഭത്തിൽ ഈ ഒരു അസുരന്റെ എണ്ണം കുറഞ്ഞതോടുകൂടി ഓരോ അസുരന്മാർ കുറയുന്നതും ദേവന്മാർക്ക് ആശ്വാസമാണ്. അവരുടെ ഭീഷണി കുറയുകയാണ്. ദുഷ്ടന്മാരുടെ അവരുടെ ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു വരികയാണ്. അത് അവർക്ക് സന്തോഷം നൽകുന്നു. അവർ ആ സമയത്ത് രാമകൃഷ്ണന്മാരുടെ നേരെ പുഷ്പവർഷം ചെയ്യുന്നു. അങ്ങനെ പുഷ്പവർഷിണഃ ബഭൂവു. ദേവന്മാർ സന്തോഷിച്ച് പുഷ്പവർഷത്തെ ചെയ്തു എന്ന് പറഞ്ഞു. ഒരു വരി കൂടെ അഡീഷണൽ ആയിട്ട് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. വത്സാസുരം ഹതം ശ്രുത്വാ വ്രജേ ഗോപ്യശ്ച വിസ്മിതാഹ. ഇങ്ങനൊരു വരി കൂടെ എല്ലാ പുസ്തകത്തിലും ഇല്ല, ചില പുസ്തകങ്ങളിലുണ്ട്. വത്സാസുരം ഹതം ശ്രുത്വാ വ്രജേ ഗോപ്യശ്ച വിസ്മിതാഹ. ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇന്നൊരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ഒരു അസുരൻ വന്നു. ആ അസുരനെ ഈ കൃഷ്ണനുണ്ടല്ലോ പിന്നിലൂടെ ചെന്നിട്ട് കാലുകളും വാലും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ചുഴറ്റിയിട്ട് ഒരു മരത്തിലേക്ക് ഒറ്റ ഏറ് അത് ചത്തു വീണു. ഭയങ്കര ശരീരമായിരുന്നു അതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ ചെന്ന് ഗൃഹത്തിൽ ചെന്ന് പറഞ്ഞതോടുകൂടി ആ ഗോപ്യ പ്രജത്തിലുള്ള ഗോപികമാര് ഈ വത്സാസുരൻ ഹനിക്കപ്പെട്ടതായിട്ട് കേട്ടിട്ട് വിസ്മിതരായി, ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഇവർക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുമായിട്ട് കൂട്ടി ചേർത്ത് ആലോചിക്കാനുള്ളൊരു വിഷയമായി എന്ന് പറയാം. അപ്പൊ മുമ്പ് നടന്നിട്ടുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ഈ കൃഷ്ണന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് പൂതന ചത്തത്, ശകടാസുരൻ പോയത്, തൃണാവർത്തൻ പോയത്, ഈ വൃക്ഷങ്ങൾ വീണത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കാനുള്ള സന്ദർഭങ്ങൾ കൊടുക്കുകയാണ് ഭഗവാൻ. തിരീശായിട്ട് കുറച്ചായിട്ട് ക്ലൂ കൊടുത്തുകൊണ്ടിരിക്കണം താൻ ആരാണ് എന്ന്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പതുക്കെ അവരുടെ ഉള്ളില് ഭഗവാൻ ആ ഭാവത്തെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ എന്തായാലും ഗോപികമാര് വിസ്മയിച്ചു എന്ന് പറയാം. തൗ വത്സപാലകൗ ഭൂത്വാ സർവലോകൈകപാലകൗ സപ്രാതരാശൗ ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ. തൗ വത്സപാലകൗ ഭൂത്വാ സർവലോകൈകപാലകൗ സപ്രാതരാശൗ ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ. അങ്ങനെ അവർ രണ്ടുപേരും തൗ രാമകൃഷ്ണൗ വത്സപാലകൗ ഭൂത്വ. അവരാരാണ്? സർവലോകൈകപാലകൗ. സർവലോകങ്ങളെയും പാലിക്കാൻ ശക്തിയുള്ളവരാണ് ഇവര്. ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിവുള്ളവരാണ് രണ്ടുപേരും. അല്ലെങ്കിൽ ഏകപാലകന്മാരാണ്, മുഖ്യ രക്ഷിതാക്കളാണ്. ലോകങ്ങളെ സർവ്വലോകങ്ങളെയും രക്ഷിക്കുന്ന മുഖ്യ രക്ഷാകർത്താക്കളായിരിക്കുന്ന ഇവർ രണ്ടുപേരും ഇപ്പൊ നിസാരമായിട്ടുള്ളൊരു പണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്ത്? വെറും വത്സന്മാരെ പാലിക്കുക എന്നുള്ളത്. ഇതെത്ര നിസാരമാണ്. ലോകങ്ങളെ മുഴുവൻ പാലിക്കുന്നവർക്ക് ഈ ചെറിയ പശുക്കുട്ടികളെ മേയ്ക്കാൻ വല്ല പ്രയാസമുണ്ടോ? അങ്ങനെ വത്സപാലകവും ഭൂത്വ. ഇതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടുള്ള വേഷം കെട്ട് എന്ന് പറയാം, നാടകം. അങ്ങനെ ഭൂത്വ സപ്രാതരാശൗ ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ. പ്രാതരാശത്തോടു കൂടിയവരായിട്ട്. പ്രാതരാശം എന്ന് പറഞ്ഞാൽ പ്രാതഃ അശിക്കാനുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലെടുത്തവരായിട്ട്. അതാണ് സപ്രാതരാശം. ഉണ്ണാനുള്ള ഭക്ഷണവും കൂട്ടിക്കൊണ്ട് ഗോവത്സാൻ ചാരയന്തൗ വിചേരതുഃ. പശുക്കുട്ടികളെ ചരിപ്പിക്കുന്നവരായിക്കൊണ്ട് അവർ സഞ്ചരിച്ചു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഈ ലോകം തന്നെ പശുക്കളാണ് ഭഗവാനെ സംബന്ധിച്ച്, അല്ലെ? എല്ലാവരും ഗോക്കളാണ്. നമ്മളൊക്കെ ഭഗവാന്റെ രക്ഷയിലുള്ള പശുക്കളാണ് എന്നർത്ഥം. നമ്മളെ ഭഗവാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ രക്ഷിക്കുകയും നേരായ വഴിയിൽ നയിക്കുകയും ചെയ്യുന്ന പശുപാലൻ തന്നെയാണ് ഭഗവാൻ. പശുപതിയാണ് ഭഗവാൻ. നമ്മളൊക്കെ പശുക്കളാണ്, ജീവന്മാരൊക്കെ പശുക്കളാണ്. അങ്ങനെയുള്ള ജീവന്മാരെ രക്ഷിക്കുന്ന ഭഗവാനിതാ ഇവിടെ ബാല്യാവസ്ഥയിൽ തന്നെ മറ്റു പശുക്കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. സ്വം സ്വം വത്സകുലം സർവേ പായയിഷ്യന്ത ഏകദാ ഗത്വാ ജലാശയാഭ്യാസം പായയിത്വാ പപുർജലം. സ്വം സ്വം വത്സകുലം സർവേ പായേഷ്യന്ത ഏകദാ ഗത്വാ ജലാശയാഭ്യാസം പായയിത്വാ പപുർജലം. അങ്ങനെ ഏകദാ മറ്റൊരിക്കൽ എന്നർത്ഥം. ഒരു ദിവസം സർവേ സ്വം സ്വം വത്സകുലം പായേഷ്യന്ത. ഇവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള വത്സ സമൂഹങ്ങളെ, അവരവരുടെ പശുക്കുട്ടികളെ പായേഷ്യന്ത
പായേഷ്യന്ത പാനം ചെയ്യിക്കുന്നവരായിട്ട്, ജലപാനം ചെയ്യിക്കുന്നവരായിട്ട് യമുനാ നദിയിലിറങ്ങി വെള്ളം കുടിപ്പിക്കുകയാണ്. അങ്ങനെയായിട്ട് ജലാശയ അഭ്യാസം, ആ ജലാശയത്തിന്റെ അഭ്യാസം ഗത്വ, യമുനാ നദിയുടെ തീരത്ത് ചെന്നിട്ട് പായയിത്വ ജലം പബുഹു, അവർ പശുക്കുട്ടികളെ പായയിത്വ പാനം ചെയ്യിപ്പിച്ച് ഇവരും സ്വയം ജലം പബുഹു, ഈ ഗോപബാലന്മാരും വെള്ളമൊക്കെ കുടിച്ചു. അപ്പൊ പശുക്കുട്ടികളുടെ ദാഹം മതിയാവോളം തീർത്ത് സ്വയം ഈ ഗോപബാലന്മാരും ആ കാളിന്തിയിൽ നിന്ന് തന്നെ നല്ല ശുദ്ധജലം പാനം ചെയ്തു. അന്ന് കാളിന്തിയൊക്കെ നല്ല ശുദ്ധമായിട്ട് തന്നെ ഒഴുകിയിരുന്ന് നമ്മുടെ നഗരവൽക്കരണങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെ? പ്രകൃതിയെ നശിപ്പിക്കുന്ന ആളുകളൊന്നും അന്ന് വന്നിട്ടില്ല. വൈദേശിക ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ ഭാരതം ഇത്രയും വഷളായത്, വൃത്തികേടായത്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഒറിജിനൽ ആൾക്കാരായിരുന്നെങ്കിൽ അവർക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിച്ചതാണ്. അപ്പോ ആ പായയിത്വ പബുർജലം, പശുക്കുട്ടികളെ കുടിപ്പിച്ച് അവരും പാനം ചെയ്തു. തേ തത്ര ദദൃശുർബാല മഹാസത്വമവസ്ഥിതം തത്ര സ്വരൂപവജ്രനിർഭിന്നം ഗിരേ ശൃംഗമിവച്യുതം. തേ തത്ര ദദൃശുർബാല മഹാസത്വമവസ്ഥിതം തത്ര സ്വരൂപവജ്രനിർഭിന്നം ഗിരേ ശൃംഗമിവച്യുതം. തേ ബാലാഹ തത്ര അവസ്ഥിതം മഹാസത്വം ദദൃശുഹു. അങ്ങനെ അവർ വെള്ളം കുടിച്ച് കരയിലേക്ക് കയറുന്നതായിട്ടുള്ള സമയത്ത് ആ തീരത്ത്, യമുനാ തീരത്ത്, ബാലാഹ ആ ഗോപബാലന്മാര് തത്ര അവസ്ഥിതം അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ടൊരു മഹാസത്വം ദദൃശു, വലിയൊരു ജന്തുവിനെ കണ്ടു. എങ്ങനെയുണ്ടത്? വജ്രനിർഭിന്നം ച്യുതം ശൃംഗം ഇവ. വജ്രനിർഭിന്നം ച്യുതം ശൃംഗം ഇവ. അവർക്ക് തോന്നി ഇതൊരു കൊടുമുടിയാണോ എന്ന് തോന്നി. ഒരു പർവ്വതം കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത്. ഈ പർവ്വതങ്ങളെയൊക്കെ പണ്ട് പറന്നു നടന്നിരുന്ന പർവ്വതങ്ങളെ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ചിറക് ഛേദിച്ച് താഴെയിടും. കഥയൊക്കെ എല്ലാവർക്കും പല പ്രാവശ്യം പറഞ്ഞറിയാം. മൈനാക പർവ്വതം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്ന കഥയറിയാം നമുക്ക്, രാമായണം വായിച്ചിട്ടുള്ളവർക്ക്. അപ്പൊ അങ്ങനെ നഖഭിത്ത്, പർവ്വതങ്ങളെ ഭേദിച്ചവൻ എന്ന് ഇന്ദ്രന് പേരുണ്ട്. വജ്രായുധം കൊണ്ട് ഈ പർവ്വതങ്ങളുടെ ചിറകെല്ലാം അരിഞ്ഞ് പർവ്വതങ്ങളെ വീഴ്ത്തിയിട്ടു. അപ്പൊ ആ കൂട്ടത്തില് ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് പതിച്ചതായിട്ടുള്ളൊരു ശൃംഗമാണോ എന്ന് തോന്നി എന്നർത്ഥം. അതാണ് വജ്രനിർഭിന്നം ച്യുതം ശൃംഗം ഇവ മഹാസത്വം ദദൃശു. ഒരു പർവ്വതം പോലെ കിടക്കുന്ന, അല്ലെങ്കിൽ കൊടുമുടി പോലെ കിടക്കുന്ന ആ മഹാസത്വത്തെ അവർ കണ്ടു. അതാരാണ് വാസ്തവത്തില്? ശ്രീശുഖ ബ്രഹ്മർഷി പറയണു, സവൈ ബകോ നാമ മഹാൻ അസുരോ ബകരൂപദൃക് ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷ്ണതുണ്ടോഗ്രസദ്ബലീ. സവൈ ഭഗോ നാമ മഹാൻ അസുരോ ബകരൂപദൃക് ആഗത്യ സഹസാ കൃഷ്ണം തീക്ഷ്ണതുണ്ടോ അഗ്രസദ്ബലീ. സവൈ ഭഗോ നാമ മഹാൻ അസുര. അവൻ ഭഗൻ എന്ന പേരുള്ള വലിയ അസുരനാകുന്നു. മഹാൻ അസുര എന്ന് പറഞ്ഞാല് വലിയ ശരീരത്തോടു കൂടിയ ഭയങ്കരനായ അസുരൻ എന്നർത്ഥം, അല്ലാതെ മഹാനായ അസുരൻ എന്നല്ല. അതായത് മഹാത്മാ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ മഹാത്മാക്കൾ എന്ന് പേര് കേട്ടിട്ടുള്ള ആളുകളെ പോലെ എന്നുള്ള അർത്ഥത്തിലല്ല, മഹത്തായ വലിയ എന്നുള്ള അർത്ഥത്തില്. അപ്പോ ഭഗരൂപദൃക്, ഭഗഹ നാമഹ, അവന്റെ നാമം ഭഗൻ എന്നാണ്. അവൻ ധരിച്ചിരിക്കുന്നത് മറ്റൊരു ഭഗരൂപ. എന്താ ഭഗരൂപം? ഭഗമെന്നാൽ കൊക്ക്, കൊറ്റി എന്നൊക്കെ പറയുന്ന ആ രൂപമാണ്. ആരോ വിളിച്ചോണ്ടേ, ആർക്കാണ് തിരക്ക്? രാമൻ മുതലായ ബാക്കി കുട്ടികൾ എല്ലാവരും തന്നെ കൃഷ്ണം മഹാഭഗഗ്രസ്തം ദൃഷ്ടുവ, ആ കൃഷ്ണനെ, ആ മഹാഭഗം വലിയ കൊക്കിന്റെ ആകൃതിയിലുള്ള അസുരനാൽ ഗ്രസിക്കപ്പെട്ടതായിട്ട്, ഗ്രസ്തമായിട്ട് കണ്ടിട്ട്, മഹാഭഗഗ്രസ്തം ദൃഷ്ടുവ പ്രാണം വിനാ ഇന്ദ്രിയാണീവ വിചേതസഹ ബഭൂവു. പ്രാണം വിനാ ഇന്ദ്രിയാണീവ, നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാല് എങ്ങനെയാണോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചേഷ്ടയില്ലാതെ ആയിത്തീരുക, സ്തബ്ധാവസ്ഥയെ പ്രാപിക്കുക. ഇപ്പൊ പ്രാണൻ വേർതിരിഞ്ഞതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എന്ന പോലെ വിചേതസഹ, വിചേതസഹ ചേതസ് നഷ്ടപ്പെട്ടവരായി,
മനസ്സും ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടവരായി, ചൈതന്യം നഷ്ടപ്പെട്ടവരായി ബഭൂവു ഭവിച്ചു. അവരെല്ലാം മൃതശരീരം പോലെയായി എന്നർത്ഥം. ഇനിയിപ്പോൾ നമ്മൾ എന്തിനു ജീവിച്ചിരിക്കണം എന്ന മട്ടിൽ കുട്ടികൾക്കെല്ലാം ഭയവും നിരാശയും ദുഃഖവും എല്ലാം കൂടി അവരെ ഗ്രസിച്ച് അവരാകെ സ്തബ്ധരായി നിൽക്കുകയാണ്. എന്താപ്പ ചെയ്യുക, എന്ത് ചെയ്താൽ കൃഷ്ണനെ രക്ഷിക്കാം എന്നൊന്നും അവർക്ക് ആലോചിക്കാൻ പോലുള്ള ശക്തി ഉണ്ടാവുന്നില്ല. ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു. പെട്ടെന്നായിരുന്നു എല്ലാം. ചിന്തിക്കാനുള്ള യാതൊരു ചാൻസും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ എന്ത് ചെയ്തു? ഇവന്റെ തൊണ്ടയിലിരുന്നു കൊണ്ട് ഭഗവാൻ സ്വയം തൻ്റെ തന്നെ മറ്റൊരു ഭൂതമായ മഹാഭൂതങ്ങളുടെ മുഴുവൻ ഈശ്വരനാണ്, ഭൂതമഹേശ്വരനാണ്. അപ്പൊ തൻ്റെ ശരീരത്തെ അഗ്നിസ്വരൂപമാക്കി. ഏത് രൂപം വേണമെങ്കിൽ സ്വീകരിക്കാൻ കഴിവുള്ള ഭഗവാന് അതൊക്കെ നിസ്സാരം. അതുകൊണ്ട് ഭഗവാൻ സ്വയം ഒരു കനൽക്കട്ട പോലെ അവന്റെ തൊണ്ടയിൽ കുരുങ്ങി. അതാണ് തം താലുമൂലം പ്രദഹന്തമഗ്നിവത് ഗോപാലസൂനും പിതരം ജഗദ്ഗുരോഃ ചച്ഛർദ സദ്യോതിരുഷാക്ഷതം ഭഗഃ തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത. തം താലുമൂലം പ്രദഹന്തമഗ്നിവത് ഗോപാലസൂനും പിതരം ജഗദ്ഗുരോഃ ചച്ഛർദ സദ്യോതിരുഷാക്ഷതം ഭഗഃ തുണ്ടേന ഹന്തും പുനരഭ്യപദ്യത. ഭഗവാൻ തന്റെ ശരീരത്തെ അഗ്നിവത് തീ പോലെയാക്കി. അപ്പൊ എന്തായി? അവന്റെ താലുമൂലം പ്രദഹന്തം. താലുമൂലം എന്ന് പറഞ്ഞാല് തൊണ്ടക്കുഴി, മൂലം താലു എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. അപ്പൊ താലുമൂലം തൊണ്ടക്കുഴി, തൊണ്ടയുടെ അറ്റം പ്രദഹന്തം പ്രകർഷേണ ദഹിപ്പിക്കുന്നതായിട്ട് ചുട്ടുപൊള്ളുകയാണ്. കത്തി എന്താ പറയുക, വെണ്ണീറായി പോവും, വെന്തുകൊണ്ടിരിക്കണം സ്വയം എന്നർത്ഥം. അങ്ങനെ പ്രദഹന്തം ആ ഗോപാലസൂനും ജഗദ്ഗുരോഹോ പിതരം. ഈ ഗോപാലസൂൻ ഇപ്പൊ ഗോപാലസൂനുമായിട്ട് വേഷം കെട്ടിയിരിക്കണു, നന്ദപുത്രനായിട്ട്. പക്ഷെ ആരാണ് ആള്? ജഗദ്ഗുരോഹോ പിതരം. ജഗത്തിന് മുഴുവൻ ഗുരുവാണ് ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവായ പിതാമഹനായ ബ്രഹ്മദേവൻ. അദ്ദേഹത്തിന്റെയും പിതാവാണ്. അപ്പൊ ഇവിടെ നന്ദഗോപപുത്രനായി ഗോപാലപാലനായിട്ട് വേഷം കെട്ടിയിരിക്കുന്നത് മാത്രമാണ്. ഒറിജിനലി ആരാണ്? ബ്രഹ്മാവിന്റെയും അച്ഛൻ, പിതാമഹന്റെയും പിതാമഹൻ, അല്ലെ? അങ്ങനെയുള്ള ജഗദ്ഗുരോഹോ പിതരം തം ചച്ഛർദ. തം ആ ഭഗവാനെ ചച്ഛർദ എന്ന് പറഞ്ഞാൽ ഛർദിച്ചു എന്നർത്ഥം. ഛർദിക്കുക എന്ന് പറഞ്ഞാലോ വൊമിറ്റ് ചെയ്തു, വായിൽ നിന്ന് തുപ്പി എന്നർത്ഥം. നിവൃത്തിയില്ലാതായി, ഇറക്കാൻ നിവൃത്തിയില്ല. ചുട്ടിട്ടിറക്കാൻ വയ്യ എന്നർത്ഥം. നമ്മൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ ശത്രുത കൊണ്ട് തുപ്പാൻ വയ്യ. കുറെയൊക്കെ പിടിച്ചു നോക്കി, തൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്താ പറയുക വിഴുങ്ങി ദഹിപ്പിക്കാനൊക്കെ സ്വയം ശ്രമിച്ചു. പക്ഷെ നടക്കുന്നില്ല. ഭഗവാൻ ആരാമോൻ. അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാതെ ഛർദിച്ചു. ചച്ഛർദ. അപ്പോ സദ്യഃ ഭഗഃ അക്ഷതം അതിരുഷ തുണ്ടേന ഹന്തും പുനഃ അഭ്യപദ്യത. ഛർദിച്ചതായിട്ടുള്ള സമയത്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് ഭഗവാൻ. എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ള മട്ടില് ഞെളിഞ്ഞു നിൽപ്പുണ്ട്, അരയിൽ കയ്യും കുത്തിയിട്ട്. അപ്പൊ പിന്നെ ദേഷ്യം കൂടില്ലേ? അതാണ് സദ്യഃ ഭഗഃ അക്ഷതം. അക്ഷതനായിട്ട് കണ്ടിട്ട്, ഒരു മുറിവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ, ഒരു വൈകല്യവും ക്ഷീണവുമില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് അതിരുഷ, അധികം ദേഷ്യത്തോട്, മുമ്പത്തേക്കാൾ ദേഷ്യം കൂടി. അങ്ങനെ തുണ്ടേന ഹന്തും, കൊക്കുകൊണ്ട് കൊത്തിക്കൊല്ലാനായിക്കൊണ്ട് ശ്രമിച്ചു. പുനഃ അഭ്യപദ്യത, വീണ്ടും കൃഷ്ണന്റെ നേർക്ക് പാഞ്ഞു ചെന്നു എന്നർത്ഥം. അപ്പൊ ഇനിയിപ്പോ വിഴുകാൻ ധൈര്യമില്ല, ജ്വലിക്കുന്ന അഗ്നി പോലെയുണ്ട്. അതുകൊണ്ട് കൊക്കുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ, പുറത്ത് വെച്ചിട്ട് തന്നെ എന്താ പറയുക, മഴ കൊണ്ട് വെട്ടിക്കീറുന്നത് പോലെ കൃഷ്ണനെ വെട്ടിക്കീറാം എന്ന് വിചാരിച്ചുകൊണ്ട് ആഞ്ഞു കൊത്താനായിക്കൊണ്ട് മൂർച്ചയേറിയ കൊക്കുമായിട്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു ചെന്നു. അഭ്യപദ്യത, അഭിപതിച്ചു. ആ സമയത്തോ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇത് തന്നെ സന്ദർഭം എന്ന് പറഞ്ഞ് പിടിക്കേണ്ടതുപോലെ പിടിച്ചു. തമാപദന്തം സനിഗൃഹ്യ തുണ്ടയോഃ ദോർഭ്യാംബകം കംസസകം സദാംബതി പശ്യത്സു ബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവദ്ദിവൗഗസാം.
തമാപദന്തം സനിഗൃഹ്യ തുണ്ടയോഃ ദോർഭ്യാംബകം കംസസകം സദാംബതി പശ്യൽ സുബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവദ്ദിവൗകസാം. അങ്ങനെ തന്റെ നേരെ ആപദന്തം കംസസകം തംബകം, ആപദന്തം തന്റെ നേരെ ചാടി വീഴുന്ന, പാഞ്ഞു വരുന്ന കംസസഖാവായ, കംസന്റെ ബന്ധുവായ കൂട്ടുകാരനായ തംബകം, ആ ബകനെ, ബകാസുരനെ, സദാംബതിഹി, ആ സജ്ജനങ്ങളുടെയൊക്കെ രക്ഷകനായിട്ടുള്ള ഭഗവാൻ, ദിവൗകസാം മുദാവഹ, ദേവലോകവാസികൾക്കെല്ലാം സന്തോഷത്തെ നൽകുന്നവനായിട്ടുള്ള, മുദത്തെ ആവഹിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ, സഹ ദോർഭ്യാം തുണ്ടയോഹോ നിഗൃഹ്യ, എന്ത് ചെയ്തു? ദോർഭ്യാം, തന്റെ രണ്ട് കൈകളെ കൊണ്ടും, തുണ്ടയോഹോ, രണ്ട് തുണ്ടങ്ങളിലും, എന്ന് വെച്ചാൽ കീഴ്ചുണ്ട് മേൽചുണ്ട്, ആ പക്ഷിയുടെ കൊക്കിന്റെ രണ്ട് ചുണ്ടുകളെ രണ്ട് കൈകളെ കൊണ്ട് പിടിച്ചു. ഒന്നിച്ചല്ല, രണ്ടായി പിടിച്ചു. എന്താ, കൊത്താൻ വന്നപ്പോ അതിങ്ങനെ വികസിച്ചിരുന്നു. അപ്പൊ വികസിച്ചപ്പോ സൗകര്യമായി പിടിക്കാനായിക്കൊണ്ട് അങ്ങനെ രണ്ട് തുണ്ടുകളിലും രണ്ട് ചുണ്ടുകളിലും ബലമായി നിഗൃഹ്യ വീരണവത് ബാലേഷു പശ്യത്സു ലീലയാദാര. വീരണം എന്ന് പറഞ്ഞാൽ ഈ ഇഷീക അല്ലെങ്കിൽ മുഞ്ചപ്പുല്ല് എന്നൊക്കെ പറയുന്ന പുല്ലാണ്. അതിനെ കീറും പോലെ, നമ്മളൊക്കെ ഓലയൊക്കെ കീറിയിടും പോലെ, പുല്ലിനെ കീറും പോലെ, വീരണവത് ഇഷീക പുല്ലിനെ കീറിയെടുക്കുന്നത് പോലെ ഭഗവാൻ രണ്ടായി ബാലന്മാര് നോക്കി നിൽക്കേ. ബാലേഷു പശ്യത്സു സത്സു, എല്ലാ കുട്ടികളും അതിശയിച്ച് നോക്കി നിൽക്കുമ്പോൾ ലീലയാദാര, യാതൊരു പ്രയാസവും കൂടാതെ അനായാസേന കീറി അങ്ങോട്ട് എടുത്തു എന്നാ, വലിച്ചെറിഞ്ഞു വന്നിട്ട്. ബകാസുരനെ രണ്ട് ചുണ്ടിലും പിടിച്ച് ശരീരത്തെ തന്നെ മൊത്തത്തിൽ കീറി ഇതർത്ഥം. നമ്മുടെ ഭീമസേനൻ ജരാസന്ധനെ വധിക്കുന്നത് പോലെ അല്ലെ, ഭഗവാൻ കാണിച്ചു കൊടുത്തതനുസരിച്ച് ഭീമസേനൻ ജരാസന്ധന്റെ രണ്ട് കാലും പിടിച്ച് വേർതിരിച്ചു. ഇവിടെ രണ്ട് കൊക്കുകളെ പിടിച്ച് ഭഗവാൻ തന്റെ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുതന്നെയാണ് ഭീമസേനും പഠിപ്പിച്ചു കൊടുത്തത്. തദാപകാരിം സുരലോകവാസിനഃ സമാകിരൻ നന്ദന മല്ലികാദിഭിഃ സമീഡിരേ ചാനകശങ്കസംസ്തവൈഃ തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ. തദാപകാരിം സുരലോകവാസിനഃ സമാകിരൻ നന്ദന മല്ലികാദിഭിഃ സമീഡിരേ ചാനകശങ്കസംസ്തവൈഃ തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ. ആ സമയത്ത് തദാ സുരലോകവാസിനഃ, ദേവലോകവാസികളായുള്ള ദേവന്മാരെല്ലാവരും തന്നെ മല്ലികാദിഭിഃ ബകാരിം സമാകിരന്, മല്ലികകളെ കൊണ്ട്, മല്ലികാദിഭിഃ അവിടുത്തെ സ്വർഗത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട്, പാരിജാതാദി പുഷ്പങ്ങളെ കൊണ്ട്, ബകാരിം ഇപ്പതാ ബകന്റെ ശത്രുവായി ബകനെ വധിച്ചു കളഞ്ഞ കൃഷ്ണന്റെ നേർക്ക് സമാകിരൻ പുഷ്പവൃഷ്ടി ചെയ്തു എന്നർത്ഥം. പുഷ്പങ്ങളെ വർഷിച്ചു. ആനക ശംഖ സംസ്തവൈഹി സമീഡിരേ, ആനകം ശംഖം മുതലായ വാദ്യങ്ങളെ കൊണ്ട്, ഭേരികളൊക്കെ ദേവന്മാർ മുഴക്കി, ദുന്ദുബികളൊക്കെ മുഴക്കിക്കൊണ്ട് സമീഡിരേ ഭഗവാനെ സ്തുതിച്ചു, സമ്യക്കായി സ്തുതിച്ചു. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം. തത് വീക്ഷ്യ ഗോപാലസുതാഹ വിസിസ്മിരേ, ഇത് കണ്ടവരായിട്ടുള്ള ഗോപാലപുത്രന്മാർ, ആ കുട്ടികൾ, കൊച്ചുകുട്ടികളൊക്കെ വിസ്മയിച്ചു. ഇത് എന്താ ഇത് ആരാണിത്? ഈ കൃഷ്ണനെ മനസ്സിലാവുന്നില്ലല്ലോ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നില്ല എന്നുള്ള ശങ്ക അവരുടെ ഉള്ളില് ജനിപ്പിക്കുകയാണ്. മറ്റേത് ഇതുവരെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോ അങ്ങനെയല്ല. ഇത് ദേവന്മാരൊക്കെ അവിടുന്ന് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്യുന്നു. ഒരു വലിയൊരു ബകാസുരനെ നിസ്സാരമായി കീറി പറിച്ചെറിയുന്നു. അതിനു മുമ്പ് വത്സാസുരനെ കാലിൽ പിടിച്ച് ചുറ്റി എറിഞ്ഞ് കൊന്നുകളയുന്നു. ഇതൊക്കെ നേരിൽ കാണുകയാണ്. അങ്ങനെ ഗോപാലസുതാഹ വിസിസ്മിരി, അവരുടെ ഉള്ളില് ഇതാരാണ്, ആരാണ്, എന്താണ് ഈ ബാലന്റെ ശക്തി, ഈ നമ്മുടെ കൂട്ടുകാരനായി വേഷം കെട്ടി നടക്കുന്നത് ആരാണ് എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. മുക്തം ബകാസ്യാദുപലഭ്യ ബാലകാഃ രാമാദയഃ പ്രാണമിവൈന്ദ്രിയോ ഗണഃ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാഃ പ്രണീയ വത്സാൻ വ്രജമേത്യ തജ്ജഗുഃ. മുക്തം ബകാസ്യാദുപലഭ്യ ബാലകാഃ രാമാദയഃ പ്രാണമിവൈന്ദ്രിയോ ഗണഃ സ്ഥാനാഗതം തം പരിരഭ്യ നിർവൃതാഃ പ്രണീയ വത്സാൻ വ്രജമേത്യ തജ്ജഗുഃ.
അങ്ങനെ രാമാദയ ബാലകാഹ ബകാസ്യാത് മുക്തം സ്ഥാനാഗതം തം ഉപലഭ്യ. അപ്പൊ രാമാദയ ബാലകാഹ, ബലരാമൻ മുതലായ കൂട്ടുകാരായ കുട്ടികളെല്ലാം ബകാസ്യാത് മുക്തം, ഈ ഭഗന്റെ ആസ്യത്തിൽ നിന്ന് വായിൽ നിന്ന് മോചിക്കപ്പെട്ടവനായ മുക്തനായി തീർന്ന ഈ കൃഷ്ണനെ തം അവനെ കണ്ടിട്ട് ഉപലഭ്യ പ്രാപിച്ചിട്ട്, ഏതുപോലെ ഐന്ദ്രിയഗണ പ്രാണം ഇവ, ഇന്ദ്രിയഗണങ്ങൾ പ്രാണൻ തിരിച്ചു കിട്ടിയാൽ എങ്ങനെ സചേതനങ്ങളാവും, ചേഷ്ടിക്കാൻ കഴിവുള്ളതായിത്തീരും. പ്രാണൻ പോയാൽ പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അതുപോലെ നിൽക്കുകയായിരുന്നു അവര് അചേതനരായിട്ട്. ഇപ്പതാ പ്രാണൻ തിരിച്ചു കിട്ടി. ഈ കൃഷ്ണൻ അവരുടെ ആ ബകാസുരന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, ബകാസുരൻ ഇനി ഒരിക്കലും ഉപദ്രവിക്കാത്ത രീതിയിൽ നശിപ്പിച്ചും കളഞ്ഞു. അപ്പൊ പിന്നെ ആശ്വാസമാവില്ലേ, സന്തോഷാവില്ലേ? അങ്ങനെ പ്രാണൻ തിരിച്ചു കിട്ടിയവരായിട്ട് ഐന്ദ്രിയഗണ പ്രാണം ഇവ ഉപലഭ്യ, ഭഗവാനെ കിട്ടിയിട്ട് പരിരഭ്യ നിർവൃതാഹ, പരിരംഭണം ചെയ്തു. ഓരോരുത്തരും ഓടി ഓടി വന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്യണം. ആദ്യം ബലരാമൻ, പിന്നെ ഓരോ കൂട്ടുകാരും വന്ന് കൃഷ്ണനെ കെട്ടി കെട്ടി പിടിക്കുകയാണ്. അതാണ് പരിരഭ്യ നിർവൃതാഹ, അവരെല്ലാം സന്തുഷ്ടന്മാരായി. പിന്നെ വത്സാൻ പ്രണീയ വ്രജം ഏത്യ തജ്ജഗു, വത്സാൻ പ്രണീയ, ആ പശുക്കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് നന്നായി ചേർത്ത് ഒന്നിച്ചു കൂട്ടി വ്രജം ഏത്യ, തിരിച്ച് ഗോകുലത്തിലെത്തിയിട്ട് തജ്ജഗു, അതിനെ ഗാനം ചെയ്തു, അല്ലെങ്കിൽ അതിനെ പറഞ്ഞു. ബാക്കി വീട്ടുകാരോടെല്ലാം ഈ വിഷയം പറഞ്ഞു. ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന്, ഈ അത്ഭുതത്തെക്കുറിച്ച് അവര് വാതോരാതെ അന്ന് രാത്രി എല്ലായിടത്തും ചർച്ചാ വിഷയം അതായിരുന്നു. പലരും ഉറങ്ങിക്കാണില്ല. എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം, ആരാണ് ഈ കൃഷ്ണൻ എന്നൊക്കെ അവർ തമ്മിൽ തീർച്ചയായിട്ടും ചർച്ച ആരംഭിച്ചിട്ടുണ്ടാവും. ശ്രുത്വാ തദ്വിസ്മിതാ ഗോപാഃ ഗോപ്യശ്ചാതിപ്രിയാദൃതാഃ പ്രത്യാഗതമിവ ഉത്സുക്യാത് ഐക്ഷന്ത തൃഷിദേക്ഷണാഃ. ശ്രുത്വാ തദ്വിസ്മിതാ ഗോപാഃ ഗോപ്യശ്ചാതിപ്രിയാദൃതാഃ പ്രത്യാഗതം ഇവ ഉത്സുക്യാത് ഐക്ഷന്ത തൃഷിദേക്ഷണാഃ. തൽശ്രുത്വാ ഗോപാഃ ഗോപ്യഃ ച വിസ്മിതാഃ. ഈ വർത്തമാനം വീട്ടിലെല്ലാം വന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടവരായിട്ടുള്ള ഗോപന്മാരും ഗോപികമാരും വിസ്മയിച്ചു എന്ന് പറയും. വലിയവരൊക്കെ കുട്ടികൾ വന്ന് പറഞ്ഞിട്ടാണ് ഈ വിവരം അറിയുന്നത്. തൽശ്രുത്വാ ഗോപാഃ ഗോപ്യഃ ച വിസ്മിതാഃ, ആശ്ചര്യപ്പെട്ടവരായി. അതിപ്രിയാദൃതാഃ, കൃഷ്ണനോട് അതിപ്രിയവും ആദരവുമുള്ളവരായി മാറി. കൂടുതൽ കൂടുതൽ കൃഷ്ണനോടുള്ള പ്രേമം വർദ്ധിക്കുന്നു, ആദരവും ഒപ്പം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ പ്രേമ ബഹുമാനങ്ങൾ വർദ്ധിച്ചവരായിട്ട് തൃഷിദേക്ഷണാഹ, അവരുടെ ഈക്ഷണങ്ങൾ, കണ്ണുകൾ തൃഷിതം, നല്ല ദാഹമുള്ളതുപോലെ എന്ന് വെച്ചാൽ ഭഗവാനെ കൊതി തീരുന്നില്ല കണ്ടിട്ട്. അങ്ങനെ നോക്കിക്കൊണ്ടേ കണ്ണുകൊണ്ട് പാനം ചെയ്യുന്നവരായിട്ട് എന്ന് പറയാം. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നവരായി, തൃപ്തിപ്പെടാത്ത കണ്ണുകളോടുകൂടിയവരായിട്ട് പ്രേത്യാഗതം ഇവ ഔത്സുക്യാത ഇക്ഷന്ത. പ്രേത്യാഗതം, പോയിട്ട് തിരിച്ചു വന്നവൻ, അല്ലെ, മരണം സംഭവിച്ച് തിരിച്ചു വന്നവൻ, യമലോകത്ത് പോയി വന്നതുപോലെ ഒരു വരവാണ് വന്നത്. അപ്പൊ അതുപോലെ കരുതിയിട്ട് ഔത്സുക്യാത്, അതിസ്നേഹത്തോടെ ഐക്ഷന്ത, ഇവനെ നോക്കി എല്ലാവർക്കും വല്ലാത്തൊരു അതിശയമായിരുന്നു ഈ കൃഷ്ണനെ കാണുന്നത്. വല്ലാത്ത പ്രേമവും ആദരവും അവരുടെ ഉള്ളില് വളർന്നു വരികയാണ്. അഹോ ബദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യാസീതി പ്രിയം തേഷാം കൃതം പൂർവം യതോഭയം. അഹോ ബദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യാസീതി പ്രിയം തേഷാം കൃതം പൂർവം യതോഭയം. അവർ തമ്മിൽ പറയണം, അഹോ ബദ, ആശ്ചര്യം ആശ്ചര്യം, അസ്യ ബാലസ്യ ബഹവഃ മൃത്യവഃ അഭവൻ. ഈ ബാലന്, ഈ കൃഷ്ണന് പല പ്രാവശ്യം മൃത്യു പല രൂപത്തിൽ വന്നു. ബഹവഃ മൃത്യവഃ അഭവൻ, പലതരത്തിൽ മരണം സംഭവിച്ചതാണ്, അല്ലെങ്കിൽ മരണഹേതുക്കൾ ഉണ്ടായി. അപി, എങ്കിലും തേഷാം വിപ്രിയമാസീത്, എന്നാൽ ആ മരണം ഏത് രൂപത്തിലാണോ വന്നത് അവർക്ക് വിപ്രിയം സംഭവിച്ചു. കൃഷ്ണനെ കൊല്ലാൻ വന്നവരൊക്കെ നശിച്ചു, അതാണ് അവർക്ക് വിപ്രിയം സംഭവിച്ചു. തേഷാം വിപ്രിയമാസീത് യതഃ പൂർവം ഭയം കൃതം. എന്നാൽ ആദ്യം ഭയം ഉണ്ടാക്കി എന്നർത്ഥം. ആദ്യം ഭയത്തെ ഉണ്ടാക്കിയിട്ട്
എന്നാൽ പിന്നീട് രക്ഷപ്പെടുത്തി എന്നർത്ഥം. അപ്പൊ എന്തായാലും പര്യവസാനം ദുഷ്ടന്മാർക്ക് നാശമായിട്ടാണ്. സജ്ജനങ്ങൾക്ക് ഭയമുണ്ടായാലും അവരെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളത് ഭഗവാൻ കാണിച്ചു തരികയാണ് എന്നുള്ളതാണ് ആ ഒരു അവരുടെ സംവാദത്തിന്റെ സാരം. ദൈവം സഹായിക്കും എന്നുള്ളത് സത്യമാകുന്നു. വന്ന് ഭയപ്പെടുത്തിയാലും നമുക്ക് ഇങ്ങനെയൊക്കെ ആപത്ത് വന്നാലും ഈശ്വരനുണ്ട് രക്ഷിക്കാൻ എന്ന് സൂചിപ്പിക്കുകയാണ്. അതാപി അഭിഭവന്ത്യേനം ദൈവത്തെ ഘോരദർശനാഃ ജിഗാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവത്. അതാപ്യഭിഭവന്ത്യേനം നൈവത്തെ ഘോരദർശനാഃ ജിഗാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവത്. അതാപി എങ്കിലും ഘോരദർശനാഃ കാണാൻ ഭയങ്കരന്മാരായിട്ടുള്ള അസുരന്മാര്, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് തേ ഏനം നാഭിഭവന്തി ഇവനെ വന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. ഇവനെ പരിഭവിപ്പിക്കാൻ, അവനെ പരാജയപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ജിഗാംസയാ ഏനമാസാദ്യ അഗ്നൗ പതംഗവത് നശ്യന്തി. ജിഗാംസയ കൊല്ലാനുള്ള ഇച്ഛയോടെ, ഹന്തുമിച്ച ജിഗാംസ, അപ്പൊ ഹനിക്കാനുള്ള ഇച്ഛയോടുകൂടെ ഏനം ആസാദ്യ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് സ്വയം നശിക്കുന്നു. ഏതുപോലെ? അഗ്നൗ പതംഗവത്, ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് ഈയാമ്പാറ്റകൾ വന്ന് പതിക്കും പോലെ ഈ ദുഷ്ടന്മാരൊക്കെ വന്ന് ഈ ഭഗവാന്റെ അടുത്ത് ഒടുങ്ങുന്നു, ഈ കൃഷ്ണന്റെ അടുത്ത് ഒടുങ്ങുന്നുവല്ലോ എന്ന് ഇവർ തമ്മിൽ പറയണം. അപ്പൊ ഇവനെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ആരും ഇവനെ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവരിങ്ങനെ പടിപടിയായിട്ട് കൃഷ്ണന്റെ മഹത്വം തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അഹോ ബ്രഹ്മവിദാം വാചോ നാസത്യാഃ സന്തി കർഹിചിത് ഗർഗോ യദാഹ ഭഗവാൻ അന്വഭാവി തഥൈവ തത്. അഹോ ബ്രഹ്മവിദാം വാചോ നാസത്യാഃ സന്തി കർഹിചിത് ഗർഗോ യദാഹ ഭഗവാൻ അന്വഭാവി തഥൈവ തത്. അഹോ അഹോ, ആശ്ചര്യം തന്നെ. എന്താ? ബ്രഹ്മവിദാം വാചഃ, ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണോത്തമന്മാരുടെ വാക്കുകൾ. കർഹിച്ചിത് അസത്യാഹാന സന്ധി, ഒരിക്കലും അസത്യമായി ഭവിച്ചിട്ടില്ല, ഭവിക്കുകയില്ല. ബ്രാഹ്മണരുടെ, മഹാത്മാക്കളുടെ വാക്കുകൾ ഒരിക്കലും അസത്യമായി ഭവിക്കാറില്ല. ഭഗവാൻ ഗർഗഃ യത് ആഹ, ആ സർവജ്ഞനായ ഗർഗമഹർഷി എന്തു പറഞ്ഞുവോ തത് തഥൈവ അന്വഭാവി, അത് അപ്രകാരം തന്നെ ഇത് അപ്പൊ അനുഭവമായി, അങ്ങനെ തന്നെ വന്ന് ഭവിക്കുന്നത്. അഹോ അഹോ, ആശ്ചര്യം ആശ്ചര്യം. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളുടെ വാക്കുകളൊക്കെ സത്യമായി തീരുന്നു. അവരൊക്കെ സത്യവാക്കുകളാണ്, സത്യസങ്കല്പന്മാരാണ്. അതുകൊണ്ട് നമുക്ക് അവരോടുള്ള ബഹുമാനം കൂടുന്നു എന്ന് ഇവർ സ്വയം ആ ഒരു കാര്യവും പറയണം. മഹാത്മാക്കളുടെ വാക്കിന്റെ മഹത്വം. ഇതി നന്ദാദയോ ഗോപാഃ കൃഷ്ണരാമകഥാം മുദാ കുർവന്തോ രമമാണശ്ച നാവിന്ദൻ ഭവവേദനാം. ഇതി നന്ദാദയോ ഗോപാഃ കൃഷ്ണരാമകഥാം മുദാ കുർവന്തോ രമമാണശ്ച നാവിന്ദൻ ഭവവേദനാം. ഇതി ഇപ്രകാരം നന്ദാദയഃ ഗോപാഃ, നന്ദാദി ഗോപന്മാരെല്ലാവരും കൃഷ്ണരാമകഥാം കുർവന്തഃ മുദാ കുർവന്തഃ, കൃഷ്ണന്റെയും രാമന്റെയും ഇതുവരേക്കുള്ള ഓരോ കഥകളും അവർ തമ്മിൽ സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ 5-6 വയസ്സായി, ആ പ്രായത്തിലുള്ള അവരുടെ കളികൾ ഇതുവരേക്കുള്ളതെല്ലാം അവരിങ്ങനെ ആലോചിച്ച് ഓർമ്മയിൽ നിന്ന് എടുത്തെടുത്ത് പറയുന്നവരായിക്കൊണ്ട് രമമാണാഹ, അങ്ങനെ ആ കഥകളിൽ രമിക്കുന്നവരായിട്ട്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിൽ രമിക്കുന്നവരായിട്ട് ഭവവേദനാം നാവിന്ദൻ, ഭവവേദനകള്, സംസാര ദുഃഖങ്ങള്, പ്രാപഞ്ചികമായിട്ടുള്ള എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായിട്ടുള്ള ഒരു വേദനകളും അവരറിഞ്ഞതേയില്ല. നാവിന്ദൻ. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ആ ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാനെ കാണുക, ഭഗവാന്റെ ലീലകൾ കാണുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർ സംസാര ദുഃഖങ്ങളൊന്നും അറിയാതെ ആനന്ദമായി കഴിച്ചുകൂട്ടി. താപത്രയങ്ങളൊന്നും അവരെ സ്പർശിച്ചതേയില്ല. അപ്പോൾ ഭഗവാന്റെ കഥകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കും താപത്രയങ്ങൾ ബാധിക്കുകയില്ല എന്നാണ് ഇവിടെ സൂചന. ഏവം വിഹാരൈ കൗമാരൈ
കൗമാരം ജഹദുർവ്രജേ നിലായനൈ സേതുബന്ധൈഃ മർക്കടോത്പ്ലവനാദിഭിഃ ഏവം വിഹാരൈ കൗമാരൈഃ കൗമാരം ജഹദുർവ്രജേ നിലായനൈ സേതുബന്ധൈഃ മർക്കടോത്പ്ലവനാദിഭിഃ നിലായനൈഃ സേതുബന്ധൈഃ മർക്കട ഉത്പ്ലവനാദിഭിഃ കൗമാരൈഃ ഏവം വിഹാരൈഃ വ്രജേ കൗമാരം ജഹദു. ഇവരുടെ കൗമാരത്തെ അവര് ഉപേക്ഷിച്ചു അഥവാ കഴിച്ചുകൂട്ടി എന്നർത്ഥം. ജഹതു അങ്ങനെ രണ്ടുപേരും കഴിച്ചുകൂട്ടി കളഞ്ഞു, ഉപേക്ഷിച്ചു. കൗമാരം വെടിഞ്ഞു. അപ്പൊ ഇനി പൗഗണ്ഡം എന്നുള്ള പ്രായത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരയ്ക്കും എന്താ പറയുക 6 വയസ്സാവുന്നത് വരെയാണ് ഇവിടെ കൗമാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശൈശവം, ബാല്യം, കൗമാരം. ഈ 6 വയസ്സിൻ്റെ ഉള്ളിൽ ഈ 3 അവസ്ഥകൾ കഴിഞ്ഞു. ഏറ്റവും ചെറുതായിരിക്കുന്ന അവസ്ഥയാണ് ശൈശവം. ആദ്യത്തെ ഒരു 1 വയസ്സ് 1.5 വയസ്സ് വരെ ശൈശവം. അത് കഴിഞ്ഞാൽ പിന്നെ ബാല്യം, അത് കഴിഞ്ഞ് കൗമാരം. നിഷ്കളങ്കരായിട്ടുള്ള ഭാവമാണിതെല്ലാം. അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 9 വയസ്സ് വരെയുള്ള പ്രായത്തിന് പൗഗണ്ഡം എന്നാണ് പറയുക. ആ പൗഗണ്ഡത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അത് അടുത്ത അധ്യായം മുതൽക്ക് ആരംഭിക്കുന്നു. അപ്പോൾ ഈ കൗമാരപ്രായം കഴിഞ്ഞുകൂട്ടി. എങ്ങനെ കഴിച്ചു? ഏവം വിഹാരൈഹി, ഇങ്ങനെയുള്ള വിഹാരങ്ങളെ കൊണ്ട്, ലീലകളെ കൊണ്ട്. എന്തൊക്കെയായിരുന്നു കൗമാരവിഹാരങ്ങൾ? നിലായനൈഹി സേതുബന്ധൈഹി മർക്കട ഉപ്ലവനാദിഭിഹി. നിലായനം എന്ന് പറഞ്ഞാൽ, നിലയനം എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞിരിക്കുക തന്നെയാണ്. ഒളിച്ചുകളി അല്ലേ? ഒളിച്ചു കളിക്കുക, കള്ളനും പോലീസും കളിക്കുക, ഇതൊക്കെയാണ് നിലായനം, മറഞ്ഞിരുന്ന് കളിക്കൽ. അതുപോലെ സേതുബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വരമ്പുകൾ, അണകൾ ഒക്കെ കെട്ടിക്കൊണ്ടുള്ളതായിട്ടുള്ള കളികൾ. മണൽത്തിട്ടകളിലൊക്കെ പോയിരിക്കുമ്പോൾ യമുനാ തീരത്തൊക്കെ ചെന്ന് അങ്ങനെ വരമ്പ് കെട്ടുക, വെള്ളം ഒഴുകുന്നിടത്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ സേതുബന്ധങ്ങൾ. അതുപോലെ മർക്കട ഉത്പ്ലവനാദിഭിഹി, കുരങ്ങുകളെ മാതിരി ഉത്പ്ലവനം ചെയ്യുക, ചാടി കുതിക്കുക, കളിക്കുക. അങ്ങനെ മരങ്ങളിൽ മരഞ്ചാടികളായി കളിച്ചുകൊണ്ടും. അങ്ങനെയുള്ള കൗമാരൈഹി, കൗമാരപ്രായത്തിൽ എന്തൊക്കെയാണോ യോഗ്യമായിട്ടുള്ള കളികൾ, അങ്ങനെയുള്ള ഏവം വിഹാരൈഹി, ഇങ്ങനെയുള്ള വിഹാരം കൊണ്ട് വ്രജേ കൗമാരം ജഹദുഹു, ആ വ്രജത്തിൽ, ഗോകുലത്തിൽ, വൃന്ദാവനത്തിൽ വെച്ച് ഈ കൗമാരത്തെ അവർ കഴിച്ചുകൂട്ടി ഉപേക്ഷിച്ചു. കൗമാരം വെടിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അവര് പ്രവേശിക്കുകയാണ്. ഒന്ന് വെടിഞ്ഞാലല്ലേ ഒന്നിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒന്നാമത്തെ പടിയിൽ നിന്ന് കാലെടുത്താലേ രണ്ടാമത്തെ പടിയിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പടിപടിയായിട്ട് അവർ വളരുകയാണ്. അവരുടെ കളികളുടെ സ്വഭാവങ്ങളും മാറുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തില് ഭഗവാന്റെ വനഭോജനം, അതിൻ്റെ ഇടയ്ക്കുള്ള അഘാസുരവധം, ഇതാണ് വർണ്ണിക്കാൻ പോകുന്നത്. നമുക്ക് നാളെ കാണാം. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഇല്ല, കുറച്ച് തിരക്കുകൾ ഉണ്ട്. ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ വത്സാദിവത നിരൂപണം നാമ ഏകാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ നാളെ നോക്കാം, ഇന്നില്ല. ഇനി വൈകുന്നേരം എന്താ പറയുക, കുറേ കാലമായി ഡോക്ടറെ കണ്ടിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. യാത്രയൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി. ഹരി ഓം. നാളെ രാവിലെ കാണാം. നാളെ വ്യാഴാഴ്ച. എല്ലാവർക്കും ശുഭദിനം.